ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ അലീന. അപ്പം ഇന്ന് ഞാൻ വന്നത് നമ്മുടെ ചാനലിൽ ഇട്ടിരുന്ന ആനി ടീച്ചറുടെ സ്റ്റോറിയുടെ 4th പാർട്ടുമായിട്ടാണ്. ആദ്യത്തെ 3 പാർട്ടിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കേൾക്കാത്തവരുണ്ടെങ്കിൽ അവിടെ പോയി ചെക്കൗട്ട് ചെയ്യുക. അപ്പം നമുക്ക് തുടങ്ങാം. അതെ, താൻ പ്രഗ്നൻ്റ് ആണ്. ഒരു നിമിഷം ആനിയുടെ ഹൃദയം തകർന്നുപോയി. അവൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ ജീവിതത്തിൽ സംഭവിക്കുന്നത്. തൻ്റെ വിദ്യാർത്ഥിയിൽ നിന്നും ഗർഭം ധരിക്കുകയും ഒരിക്കലും വിവാഹം കഴിക്കില്ലെന്ന് വിചാരിച്ചിരുന്ന ആളെ വിവാഹം ചെയ്യാനും പോകുന്നു. അവൾ ആകെ വല്ലാതായി. പിന്നീടുള്ള ദിവസങ്ങളിൽ വിവാഹ ഒരുക്കങ്ങളൊക്കെ തകൃതിയിൽ മുന്നോട്ട് പോയി. വിവാഹത്തിൻ്റെ മുഴുവൻ ചിലവും വഹിക്കുന്നത് വർക്കിച്ചായനായതുകൊണ്ട് ആനിക്കധികം ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. ഈ സമയം വീട്ടിൽ നിരാശാകാമുകനെ പോലെ ചടഞ്ഞുകൂടിയിരിക്കുകയാണ് വിധു. അവൻ്റെ ഇരിപ്പ് കണ്ട് പന്തികേട് തോന്നിയ അമ്മ അരികിലേക്ക് ചെന്ന് ചോദിച്ചു, തൊട്ടയൽവക്കത്ത് നിൻ്റെ ടീച്ചറുടെ വിവാഹ ഒരുക്കങ്ങൾ നടക്കുമ്പോൾ നീ ഇവിടെ വെറുതെ ചടഞ്ഞുകൂടി ഇരിക്കുകയാണോ? ഞാൻ എന്ത് ചെയ്യണമെന്ന് അമ്മ പറയുന്നേ? അവൻ ദേഷ്യത്തോടെ ചോദിച്ചു. പോയി അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്ക്. ഒന്നുമില്ലേലും ഫീസ് വാങ്ങിക്കാതെ നിന്നെ ട്യൂഷൻ എടുത്ത ടീച്ചറല്ലേ അവൾ. താല്പര്യമില്ലാതെ അവൻ മുഖം തിരിച്ചു. ഞാൻ പറഞ്ഞത് കേട്ടോ നീ? അമ്മ വീണ്ടും ചോദിച്ചു. ഇനിയും വീട്ടിൽ നിന്നാൽ അമ്മ ഓരോന്ന് പറഞ്ഞ് വെറുതെ തലയിൽ കയറുമെന്ന് അവന് മനസ്സിലായി. നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഞാൻ പൊക്കോളാം. അതും പറഞ്ഞ് അവൻ വീട് വിട്ടിറങ്ങി. പക്ഷേ ആനി ടീച്ചർ വീട്ടിലേക്ക് പോകാൻ അവൻ്റെ മനസ്സ് അനുവദിച്ചില്ല. ഉടനെ സുഹൃത്തായ മനുവിനെ വിളിച്ചു. ഹലോ ഡാ മനു, നീ ഇപ്പോൾ എവിടെയാ? വിധു ചോദിച്ചു. സ്ഥിരം കൂടാറുള്ള സ്ഥലത്തുണ്ട്. എന്താ, നീ വരുന്നുണ്ടോ? മനു ചോദിച്ചു. ഞാനിപ്പോൾ അങ്ങോട്ട് വരാം. വീട്ടിലിരുന്ന് വല്ലാത്ത മടുപ്പാ. എന്നാ വേഗം വാ. ആനി ടീച്ചറുടെ വീട്ടിലേക്ക് പോകാതെ വിധു മനുവിൻ്റെ അടുത്തേക്ക് ചെന്നു. മനുവും ആൽഫിയും അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. വിധു അവരുടെ അടുത്തേക്ക് ചെന്നു. എന്താടാ നിൻ്റെ മുഖം വല്ലാത്ത പോലെ? ആൽഫി ചോദിച്ചു. ഒന്നുമില്ല, വിധു തല താഴ്ത്തിക്കൊണ്ട് മറുപടി പറഞ്ഞു. അല്ല, നിനക്ക് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട്. ഒന്നുമില്ല, നിങ്ങൾക്ക് വെറുതെ തോന്നുന്നതാ. എന്തിനാടാ വെറുതെ കള്ളം പറയുന്നേ? നിന്നെ ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയതല്ല ഞങ്ങൾ. നീ കാര്യം എന്താന്ന് വെച്ചാൽ പറ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. മനു പറഞ്ഞു. തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ പുറത്തു പറയാനാകാതെ ഇരുവരുടെയും മുഖത്തേക്ക് മാറി മാറി നോക്കി. ആനി ടീച്ചറുടെ കല്യാണമായി ബുധനാഴ്ച. അവൻ നിരാശയോടെ പറഞ്ഞു. അതൊക്കെ ഈ നാട്ടിലെ കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാവുന്ന കാര്യമാണ്. ഇതാണോ നിൻ്റെ പ്രശ്നം? ആൽഫി പരിഹാസത്തോടെ ചോദിച്ചു. വിധു ഒന്നും മിണ്ടിയില്ല. വായിൽ പഴമിഴുങ്ങിയതുപോലെ നിൽക്കാതെ പറയടാ, മനു ആക്രോശിച്ചു. അതേ എന്നർത്ഥത്തിൽ വിധു തലയാട്ടി. അങ്ങനെ വരട്ടെ. എടാ മണ്ടൻ വിധു, ആനി ടീച്ചറെ ആ ക്നാപ്പം കെട്ടിക്കൊണ്ടു പോകുന്നത് ഓർക്കുമ്പോൾ നിനക്ക് മാത്രമല്ല എനിക്കുൾപ്പെടെ അവളെ വായി നോക്കി നടന്ന സകല അവന്മാർക്കും നിൻ്റെ അതേ വിഷമം തന്നെ. പക്ഷേ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവളെ അനുഭവിക്കാൻ ഭാഗ്യം ലഭിച്ചത് ആ നാറിക്കാണെന്ന് മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കി സമാധാനിക്കുക. ആൽഫി പറഞ്ഞു. അല്ല, എനിക്ക് മനസ്സിലാകാത്ത കാര്യം ഇതാണ്. മാതാപിതാ ഗുരു ദൈവം. ടീച്ചർമാരെ വായി നോക്കരുത്, അവരെക്കുറിച്ച് അനാവശ്യം പറയരുതെന്ന് ഞങ്ങളെ ഉപദേശിച്ച നീ ഇപ്പോൾ ആനി ടീച്ചറെ വല്ലവനും കെട്ടിക്കൊണ്ടു പോകുന്നത് ഓർത്ത് വിഷമിക്കുന്നു. കഷ്ടം, മനു പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു. ഇത് അതുകൊണ്ടുള്ള വിഷമമല്ല, വിധു പറഞ്ഞു. പിന്നെ? ഇരുവരും ഒരേ സ്വരത്തിൽ ചോദിച്ചു. ആനി ടീച്ചർക്ക് അയാളെ ഇഷ്ടമല്ല. ആരെ? വർക്കിച്ചായനെയോ? അതെ. അത് നിനക്കെങ്ങനെ അറിയാം? ട്യൂഷൻ എടുക്കുമ്പോൾ എന്നോട് പറഞ്ഞു. ആനി ടീച്ചർ നിന്നോട് അങ്ങനെ പറഞ്ഞോ? മനു ചോദിച്ചു. പറഞ്ഞു. പിന്നെന്തിനാ ടീച്ചർ ഇപ്പോൾ കല്യാണത്തിന് സമ്മതം മൂളിയത്? ആൽഫി ചോദിച്ചു. മരിക്കുന്നതിന് മുമ്പ് ആനി ടീച്ചറുടെ അച്ഛൻ ഒരുപാട് കടങ്ങളൊക്കെ വരുത്തി വെച്ചിരുന്നു. ചിലപ്പോൾ അത് വീട്ടാൻ വേറെ മാർഗ്ഗമില്ലാത്തത് കൊണ്ട് സമ്മതിച്ചതായിരിക്കും. ശരിയാ, അങ്ങനെ ആകാനേ വഴിയുള്ളൂ. അല്ലാതെ ആനി ടീച്ചർ ഒരിക്കലും ആ പോങ്ങന് കഴുത്ത് നീട്ടി കൊടുക്കില്ല. മനുവും അതേ നിഗമനത്തോട് യോജിച്ചു. പിന്നീടുള്ള ദിവസങ്ങളിൽ കല്യാണ ഒരുക്കങ്ങൾ ഭംഗിയായി നടന്നുപോയി. വിധുവിന് ആനി ടീച്ചറെ കണ്ട് മനസ്സുരുങ്ങി മാപ്പ് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ ആനി അവന് സംസാരിക്കാൻ ഒരവസരം കൊടുത്തില്ല. വിധു അടുത്തേക്ക് വരുമ്പോഴൊക്കെയും അവൾ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരുന്നു. കല്യാണ തലേന്ന് സോഫി ടീച്ചർ ആനിയുടെ വീട്ടിൽ ചെന്നു. ആനിക്ക് അവരോട് നല്ല ദേഷ്യമുണ്ടെങ്കിലും അവൾ അത് പുറത്ത് കാണിച്ചില്ല. കല്യാണം ഉറപ്പിച്ച ശേഷം ആനി ഒന്ന് വിളിച്ചതുപോലുമില്ലല്ലോ. സോഫി പരിഭവം പറഞ്ഞു. ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു. ആനി കള്ളം തട്ടിവിട്ടു. എത്ര തിരക്കാണെങ്കിലും എന്നെ ഒരു പ്രാവശ്യമെങ്കിലും വിളിക്കായിരുന്നു.
പോട്ടെ ടീച്ചറെ, അത് വിട്ടുകളാം. ശരി ശരി, ഞാൻ വിട്ടു. നല്ലൊരു ദിവസമായിട്ട് പരിഭവം പറഞ്ഞ് ഞാൻ നിന്നെ വെറുപ്പിക്കുന്നില്ല. സോഫി ടീച്ചർ ഇരിക്ക്, ഞാൻ ചായ എടുക്കാം. ആനി അടുക്കളയിലേക്ക് പോകാൻ ഒരുങ്ങി. ചായയൊക്കെ അവിടെ നിൽക്കട്ടെ, നിന്നോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്, സോഫി പറഞ്ഞു. എന്ത് കാര്യം? ആനി സംശയത്തോടെ ചോദിച്ചു. വേറൊന്നുമല്ല, എപ്പോഴും വെറുപ്പാണെന്ന് പറഞ്ഞു നടന്ന വർക്കിച്ചായനുമായുള്ള വിവാഹത്തിന് നീ എങ്ങനെ സമ്മതിച്ചു? അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ ടീച്ചറെ. അമ്മ നിർബന്ധിച്ചപ്പോൾ എനിക്കെതിര് പറയാൻ തോന്നിയില്ല. അപ്പോൾ അമ്മയുടെ നിർബന്ധപ്രകാരമാണോ നീ ഈ കല്യാണത്തിന് സമ്മതിച്ചത്? അതുമാത്രമല്ല, എന്നെ ഇത്രയേറെ ഇഷ്ടപ്പെടുന്ന ഒരാൾ ഈ നാട്ടിൽ വേറെ ഉണ്ടാവില്ല. എല്ലാവരോടും പറഞ്ഞ കള്ളം തന്നെ ആനി ഇവിടെയും ആവർത്തിച്ചു. എന്തായാലും നിന്റെ തീരുമാനം എനിക്കിഷ്ടപ്പെട്ടു. വർക്കിച്ചായം വലിയൊരു പ്രമാണിയാണ്. നിന്റെ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഇതോടെ തീർന്നു കിട്ടും. അങ്ങനെ കല്യാണ ദിവസം വന്നെത്തി. ആഭരണങ്ങളൊക്കെ അണിയിച്ച് സുന്ദരി പെണ്ണായി ആനി പള്ളിയിലെത്തി. ആനിയെ നോക്കി വെള്ളമിറക്കി നടന്നവർക്കൊക്കെ ഇന്ന് വേദനയുടെ ദിവസമാണ്. ഉള്ളിലെ വിഷമം അടക്കി പിടിച്ചുകൊണ്ട് ആനി കല്യാണത്തിനൊരുങ്ങി. ഈ കാഴ്ച കണ്ടു നിൽക്കാനാവാതെ വിധു പള്ളി വിട്ടു പുറത്തുപോയി. വൈകാതെ ആനിയുടെ കെട്ട് കഴിഞ്ഞു. ആളുകളൊക്കെ കൂട്ടത്തോടെ ഓഡിറ്റോറിയത്തിലേക്ക് പോകാൻ തുടങ്ങി. നാടിതുവരെ കാണാത്ത അത്രയും തരത്തിലുള്ള വിഭവസമൃദ്ധമായ ആഹാരങ്ങളാണ് ഒരുക്കി വെച്ചിട്ടുണ്ടായത്. വർക്കിയെ ഇഷ്ടമല്ലാത്ത വിരളം ചിലരെ ഒഴികെ ബാക്കി എല്ലാവരെയും വിവാഹത്തിന് ക്ഷണിച്ചിരുന്നു. കല്യാണമാണോ അതോ ഉത്സവമാണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത തരത്തിലുള്ള അത്രയും ആളുകളുണ്ടായിരുന്നു അവിടെ. കല്യാണാഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് രാത്രി കടത്തിണ്ണയിൽ കൂടിയിരിക്കുകയാണ് നാട്ടിലെ സദാചാരവാണങ്ങളായ കിളവന്മാരുടെ ഗ്യാങ്. കിളവൻ മൺ എന്നാ അവൻ്റെ പത്രാസ് കണ്ട അണ്ടനെയും അടകോടനെയും വരെ അവൻ കല്യാണത്തിന് വിളിച്ചത് കണ്ടില്ലേ? കിളവൻ 2 ശരിയാ, ഓഡിറ്റോറിയത്തിൽ എന്നാ ജനങ്ങളാ. കിളവൻ 3 ഈ നാടിൻ്റെ ചരിത്രത്തിൽ ഇത്ര ആഘോഷത്തോടെ ഒരു കല്യാണം നടത്തുന്നത് ഇത് ആദ്യമായിട്ടാ. കിളവൻ 1 ഇന്ന് രാത്രി നമ്മളൊക്കെ ഒരുപാട് ആഗ്രഹിച്ച ആനി ടീച്ചറെ ആ മണ്ടം കൂടെ കിടത്തുന്ന ദിവസമല്ലേ? ഓർക്കുമ്പോൾ തന്നെ മനസ്സിനൊരു അസ്വസ്ഥത. കിളവൻ 2 ശരിയാ, അവളുടെ ആ സ്ട്രക്ചർ കണ്ടാൽ തന്നെ ധാരാളമാണ്. കിളവൻ 3 ഇന്ന് ആ മണ്ടം വർക്കി ഒറ്റയ്ക്ക് അവളെ തിന്നും. കിളവൻ 1 അവനെ കൊണ്ടൊന്നും പറ്റില്ലടാ അവളെ മെരിക്കാൻ. പണവും പത്രാസും ഉണ്ടെന്നല്ലാതെ അവന് വേറെ എന്നാ തേങ്ങയുള്ളത്? ഉടനെ കിളവൻ 3 ശരിയാ, വർക്കി പോരെങ്കിൽ അവൾ പുറത്തുനിന്ന് ആളെ വരുത്തി കൊടുക്കാനാ ചാൻസ് കൂടുതൽ. അതുറപ്പല്ലേ? കിളവൻ 2 പറഞ്ഞു. അതും പറഞ്ഞ് അവരെല്ലാം പൊട്ടിച്ചിരിച്ചു. ഇതേ സമയം ആദ്യരാത്രി ആർമാദിക്കാൻ കാത്തിരിക്കുകയാണ് വർക്കി. എന്താ വർക്കിച്ചായ, ടെൻഷനുണ്ടോ? കുട്ടാപ്പി ചോദിച്ചു. ടെൻഷൻ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ചെറുതായിട്ട്, വർക്കി നഖം കടിച്ചുകൊണ്ട് പറഞ്ഞു. ഒരെണ്ണം പിടിപ്പിക്കുന്നോ? ഒരു ഗ്ലാസ് മദ്യം നീട്ടിക്കൊണ്ട് കുട്ടാപ്പി ചോദിച്ചു. വേണ്ട, അത് ശരിയാവില്ല. ആനിക്ക് ചിലപ്പോൾ അതിൻ്റെ സ്മെല്ല് പിടിക്കില്ല. ഓ പിന്നെ അച്ചായൻ ഒരെണ്ണം പിടിപ്പിക്ക്. ആദ്യ രാത്രിയല്ലേ, എന്നാലല്ലേ ഒരു ഗുമ്മുണ്ടാവൂ, കുട്ടാപ്പി നിർബന്ധിച്ചു. എന്നാലും വേണ്ട, ഞാൻ കുടിച്ചത് ആനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആദ്യ രാത്രിയുടെ മൂഡ് പോകും. വർക്കി ഒഴിഞ്ഞു മാറി. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനിയല്ല ഇച്ചായൻ്റെ ഇഷ്ടം. ആദ്യ രാത്രിയിൽ ഉഷാറ് പോരെന്ന് പറഞ്ഞ് രാവിലെ എൻ്റെ തന്തയ്ക്ക് വിളിക്കരുത്. ഇവൻ്റെ ഒരു കാര്യം, ഒഴിയടാ ഒരെണ്ണം. വർക്കി തൻ്റെ മനസ്സ് മാറ്റി. അടുത്ത നിമിഷം തന്നെ കുട്ടാപ്പി വർക്കിക്ക് ഒരു ഗ്ലാസ് മദ്യം കൊടുത്തു. അവനത് ഒറ്റ വലിക്ക് കുടിച്ചു തീർത്തു. ഇനി പോയി ഫസ്റ്റ് നൈറ്റ് അടിച്ചു പൊളിക്കിച്ചായ, കുട്ടാപ്പി ആവേശം പകർന്നു. വർക്കി ഉടനെ തന്നെ വീടിൻ്റെ അകത്തേക്ക് കയറി. ഡാ വർക്കി, പിന്നീന്നൊരു വിളി കേട്ടു. വർക്കി തിരിഞ്ഞു നോക്കി. എന്നാ അപ്പച്ച? ഇന്ന് നിൻ്റെ ഫസ്റ്റ് നൈറ്റാണ്, വെറുതെ ഞഞ്ഞാ പിഞ്ഞാ പറഞ്ഞ് അവളെ വെറുപ്പിക്കരുത്, മത്തായി ഉപദേശിച്ചു. എൻ്റെ അപ്പച്ച, ഇതിൻ്റെ പേരിൽ എനിക്കിനി വേറെ ഉപദേശത്തിൻ്റെ ആവശ്യമില്ല. എല്ലാം ഞാൻ നോക്കിയും കണ്ടും ചെയ്തോളാം. നിന്നെ എനിക്ക് അറിയാവുന്നതല്ലേ, അതുകൊണ്ടൊന്ന് സൂചിപ്പിച്ചെന്ന് മാത്രം, മത്തായി കുലുങ്ങി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ശരി അപ്പച്ച, ഞാനൊന്ന് മുറിയിലോട്ട് ചെല്ലട്ടെ, അവൾ കാത്തിരുന്ന് മുഷിഞ്ഞു കാണും. അതും പറഞ്ഞ് കുതിച്ചു ചാടുന്ന കുതിരയെ പോലെ പാപ്പി മുറിയിലേക്ക് ചെന്നു. കാപ്പി നിറത്തിലുള്ള നൈറ്റി ധരിച്ച് ഉറങ്ങിക്കിടക്കുന്ന ആനിയെയാണ് അവിടെ കണ്ടത്. ഷെടാ, ഇവൾക്കിത് എന്തു പറ്റി? ആദ്യ രാത്രിയായിട്ട് ഇത്ര നേരത്തെ കിടന്നോ? ഉറങ്ങുന്ന ആനിയുടെ അടുത്ത് ചെന്ന് വർക്കി കെട്ടിപ്പിടിച്ച് കിടന്നു.
സത്യത്തിൽ ആദ്യ രാത്രി ഒന്ന് കൊഴുക്കട്ടെ എന്ന് കരുതി കുട്ടാപ്പി ഒഴിച്ചു കൊടുത്തത് വീര്യം കൂടിയ സാധനമായിരുന്നു. ഇതൊന്നും ശീലമില്ലാത്ത വർക്കിക്ക് അത് കാര്യമായി ഏറ്റു. അതുകൊണ്ട് തന്നെ ആനിയുമായി ആദ്യ രാത്രി തകർത്ത് ആഘോഷിക്കുന്നതൊക്കെ ഒരു ഹാലൂസിനേഷൻ പോലെ പിന്നീട് വർക്കിക്ക് തോന്നാൻ തുടങ്ങി. അങ്ങനെ തന്നെ ആനിയെ കെട്ടിപ്പിടിച്ച് ഉറങ്ങിയും പോയി. ഉറക്കത്തിൽ കിടന്ന് വർക്കി പരസ്പര ബന്ധമില്ലാത്ത എന്തോ ഒക്കെ പുലമ്പുന്നുണ്ടായിരുന്നു. രാവിലെ വളരെ വൈകിയാണ് വർക്കി ഉണർന്നത്. നിലത്ത് നിന്ന് എഴുന്നേറ്റ് കിടക്കയിലേക്ക് നോക്കിയപ്പോൾ അവിടെ ആനിയെ കാണാനില്ല. ഉടനെ തന്നെ അവൻ മുറി വിട്ട് പുറത്തേക്ക് ചെന്നു. പുറത്തെ ചാരുകസേരയിലിരുന്ന് പത്രം വായിക്കുകയാണ് അപ്പൻ മത്തായി. വർക്കിയെ കണ്ട ഉടനെ മത്തായി ഒരുമാതിരി ആക്കി ചിരിച്ചു. അത് കണ്ട് വർക്കിക്ക് ദേഷ്യം വന്നു. എന്താ അപ്പച്ച ഒരുമാതിരി ആക്കി ചിരിക്കുന്നേ? ഒന്നുമില്ല, വീണ്ടും വിളിച്ചുകൊണ്ട് പറഞ്ഞു. വെറുതെ കളിക്കല്ലേ അപ്പച്ച, ഇളിക്കാണ്ട് കാര്യം പറ, എന്താന്ന് വെച്ചാ. ഒന്നുമില്ലടാ, നീ ഇന്ന് വൈകി ഉണർന്നതിൻ്റെ കാരണം ഓർത്ത് ചിരിച്ചു പോയതാ. അപ്പൻ്റെ കളിയാക്കൽ കേട്ട് വർക്കിക്ക് ദേഷ്യം സഹിക്കാനായില്ല. നിങ്ങളൊരപ്പനാണോ? ഒരപ്പൻ മകനോട് ചോദിക്കേണ്ട കാര്യമാണോ ഇത്? വർക്കി ഒരു കൃത്രിമ ഗൗരവത്തോടെ പറഞ്ഞു. നീ ചൂടാവല്ലേ വർക്കി, എനിക്കെല്ലാം മനസ്സിലായി. നിങ്ങൾക്ക് എന്ത് മനസ്സിലായി എന്ന്? ഞാനും നിൻ്റെ പ്രായം കഴിഞ്ഞാൽ ഇവിടെ എത്തിയത്. എൻ്റെയും ആദ്യ രാത്രി ഇതുപോലെ ആയിരുന്നു. ഏതുപോലെ? വർക്കി സംശയത്തോട് ചോദിച്ചു. ഇതുപോലെ തന്നെ. ഫസ്റ്റ് നൈറ്റ് നന്നായി പണിയെടുത്തത് കൊണ്ട് രാവിലെ കുറേ വൈകി എഴുന്നേറ്റത്. അത് വർക്കിക്ക് അങ്ങ് സുഖിച്ചു. എന്തായാലും കുട്ടാപ്പി ഇന്നലെ ഒഴിച്ചു തന്ന സാധനം കൊള്ളാം. ഹോഴ്സ് പവറാണ് സാധനം. ആദ്യ രാത്രി ശരിക്കും അങ്ങ് ആഘോഷിച്ചു. അവൻ അടുക്കളയിലേക്ക് ചെന്നു. അവിടെ രാവിലെ കഴിക്കാനുള്ള ദോശയും കറിയും ഉണ്ടാക്കുകയാണ് അമ്മച്ചിയും അനിയത്തിയും. വർക്കി പൂജയെപ്പോലെ അടുക്കളയിലേക്ക് ചെന്നു. അവിടെ എങ്ങും ആനിയെ കണ്ടില്ല. എന്താടാ ഒരു ഒളിച്ചുകളി? അവൻ്റെ പെരുമാറ്റം കണ്ട് സംശയത്തോടെ അമ്മച്ചി ചോദിച്ചു. അല്ല, ആനിയെ കണ്ടില്ല. നാണം കലർന്ന ചിരിയോടെ വർക്കി ചോദിച്ചു. കൊച്ചു കള്ള, ഇന്നലെ രാത്രി മുതൽ അവൾ നിൻ്റെ കൂടെ തന്നെയല്ലേ ഉണ്ടായത്? രാവിലെ ഉണർന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവൻ ആനിയെ കാണാതിരിക്കാൻ പറ്റാതായി. അമ്മച്ചി കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. അമ്മച്ചി കളിയാക്കാതെ, ആനി എവിടെയെന്ന് പറ. അവൾ കുളിക്കുക. എവിടെ വെച്ച്? അടുക്കളയിലെ ബാത്റൂമിൽ വെച്ച്. അതെന്തിനാ അവിടെ ചെന്ന് കുളിക്കുന്നേ? എൻ്റെ മുറിയിൽ ബാത്റൂമില്ലേ? അവൾക്ക് രാവിലെ കിണറ്റിലെ വെള്ളത്തിൽ കുളിച്ച ശീലം. എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് ഞാനും കരുതി. പിന്നെ ഒന്നും മിണ്ടാൻ നിൽക്കാതെ വർക്കി മുറിയിലേക്ക് ചെന്നു. വിധുവും ആൽഫിയും മനുവും സ്ഥിരം കൂടാറുള്ള സ്ഥലത്തിരിക്കുകയാണ്. ഇന്ന് ആനി പൊളിഞ്ഞു കാണും, മനു പറഞ്ഞു. ശരിയാ, വർക്കി അവളെ എടുത്തിട്ട് പെരുമാറി കാണും, ആൽഫി പറഞ്ഞു. ആദ്യ രാത്രി തന്നെ ഗർഭിണിയാക്കി കാണുമോ? അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പറയാൻ പറ്റില്ല. ഒരുപാട് നാൾ കാത്തിരുന്ന് കിട്ടിയതായതുകൊണ്ട് അയാൾ നല്ല പണിയെടുത്ത് കാണും. നിങ്ങൾക്ക് വേറെ ഒന്നും പറയാനില്ലേ? എപ്പോൾ നോക്കിയാലും ഇത് തന്നെ ചർച്ച. വിധു മുഖം ചുളിച്ചുകൊണ്ട് പറഞ്ഞു. നമുക്കെന്നാൽ റഷ്യ ഉക്രൈൻ യുദ്ധത്തെപ്പറ്റി ചർച്ച ചെയ്യാം, മനു വിധുവിനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. വിധു ദേഷ്യത്തോടെ എഴുന്നേറ്റു. ഡാ, നീ എങ്ങോട്ടാ? ആൽഫി ചോദിച്ചു. ഞാൻ പോകുവാണ്, വിധു മറുപടി നൽകി. ഞാൻ ആനി ടീച്ചറെക്കുറിച്ച് പറഞ്ഞത് നിനക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണോ ഈ പോക്ക്? മനു ചോദിച്ചു. അല്ല, പിന്നെ എന്തിനാ നീ ഇപ്പോൾ പോണേ? വല്ലാത്ത തലവേദന. അവൻ കള്ളം പറഞ്ഞു. ഉള്ളതാണോടാ? അവൻ സംശയത്തോടെ ചോദിച്ചു. അതേടാ, തീരെ വയ്യ. അതും പറഞ്ഞ് വിധു മുമ്പോട്ടേക്ക് നടന്നകന്നു. അവന് തലവേദനയൊന്നുമില്ല, നമ്മളോട് കള്ളം പറഞ്ഞതാ, മനു പറഞ്ഞു. അതവൻ്റെ മുഖം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. ആനി ടീച്ചറെക്കുറിച്ച് എന്ത് കുറ്റം പറഞ്ഞാലും ഇപ്പോൾ അവന് പിടിക്കാതായി. ശരിക്കും അവന് എന്നാ പറ്റിയതാ? ആനി ടീച്ചർ വർക്കിയെ കെട്ടിയത് അവൻ അത്ര പിടിച്ചില്ല, അത് തന്നെ കാര്യം. ഇഷ്ടമല്ലാതെയാ ആനി അയാളെ കെട്ടിയതെന്ന് അവൻ നമ്മളോട് പറഞ്ഞതല്ലേ. എന്നാലും ആനിയുടെ കാര്യത്തിൽ ഇവനെന്താ എത്ര ദണ്ണം? അതാണ് എനിക്കും മനസ്സിലാവാത്തത്, ആൽഫി പറഞ്ഞു. കുളി കഴിഞ്ഞ് ആനി വരുന്നതും കാത്ത് ബെഡിലിരിക്കുകയാണ് വർക്കി. ഈറൻ തൂവാല തലയിൽ കെട്ടി വയലറ്റ് മാക്സിയുമായി ആനി മുറിയിലേക്ക് കടന്നു വന്നു. ഈറനൊടുത്തെത്തിയ ആനിയെ കണ്ട് വർക്കിയുടെ കണ്ണുകൾ വിടർന്നു. കുണുങ്ങി അവൾ മുറിയിലേക്ക് കടന്നു വന്നു. ഇന്നലെ ആദ്യ രാത്രി, ഇന്ന് ആദ്യ പകൽ മുഴുവൻ ഈ മാദകസുന്ദരിയെ നോക്കിയാലോ? ഓരോന്നോർത്തപ്പോൾ വർക്കി ചാർജായി. മുറിയിൽ കയറി വർക്കിയെ മൈൻഡ് ചെയ്യാതെ അവൾ കണ്ണാടിക്ക് മുൻപിലേക്ക് ചെന്നു.
മുടിയൊക്കെ ഒതുക്കി നെറ്റിയിലൊരു പൊട്ടും തൊട്ടു. പിന്തിരിഞ്ഞു നിൽക്കുന്ന ആനിയെ കണ്ട് വർക്കിക്ക് സഹിക്കാനായില്ല. ഇര കിട്ടിയ മീനിനെ പോലെ അയാൾ അവളുടെ അടുത്തേക്ക് നടന്നു. കൊഴുത്തുരുണ്ട് അവളെ കണ്ട് വർക്കിയുടെ നാവിൽ നിന്നും വെള്ളം മൂറി. ക്ഷമ നശിച്ച വർക്കി പിന്നിലൂടെ അവളെ കെട്ടിപ്പിടിച്ചു. ആക്രാന്തം കയറി മുറുകെ കെട്ടിപ്പിടിച്ചു. എനിക്ക് സഹിക്കുന്നില്ല ആനി, ഐ ലവ് യു ഉമ്മ. അവളുടെ പിൻകഴുത്തിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് പറഞ്ഞു. പൊടുന്നനെ ആനി കുതറി മാറി. വർക്കിയുടെ ബലിഷ്ഠമായ കൈകൾ തട്ടിമാറ്റി അവൾ തിരിഞ്ഞു നിന്നു. വർക്കി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ചുണ്ട് നനച്ചു. ടപ്പേ! വർക്കിയുടെ കരണം പൊളിഞ്ഞു. ആനിയുടെ കൈവിരലുകളിലെ ചുവന്ന പാടുകളായി അവൻ്റെ മുഖത്ത് പതിഞ്ഞു. ഓർക്കാപ്പുറത്ത് കിട്ടിയ അടിയായതുകൊണ്ട് അവൻ്റെ കണ്ണിൽ നിന്നും പൊന്നീച്ച പാറി. എന്താ ആനി, എന്തിനാ എന്നെ അടിച്ചേ? കലങ്ങിയ കണ്ണുകളോടെ മുഖം തടവിക്കൊണ്ട് ചോദിച്ചു. എൻ്റെ സമ്മതമില്ലാതെ എൻ്റെ ദേഹത്തോടൊന്നും എനിക്കിഷ്ടമല്ല, അവൾ ദേഷ്യത്തോടെ പറഞ്ഞു. ഞാൻ നിൻ്റെ ഭർത്താവല്ലേ? ഇന്നലെ നമ്മുടെ ആദ്യ രാത്രിയിൽ നീ നന്നായി സഹകരിച്ചതല്ലേ? എന്താവേശമായിരുന്നു ഇന്നലെ നിനക്ക്. ഐ ലവ് യു വർക്കിച്ചായ എന്നൊക്കെ എത്ര വട്ടം പറഞ്ഞു. അതിൻ്റെ ബാക്കി ഇന്ന് പകൽ ചെയ്യാമെന്ന് വിചാരിച്ചല്ലേ ഞാൻ വന്നത്. ആനി ഒന്ന് അമ്പരന്നു. ഈ പൊട്ടൻ എന്തൊക്കെയായി പറയുന്നേ? ഇന്നലെ അടിച്ച് കിണ്ടിയായി വന്ന് തൻ്റെ അടുത്ത് കിടന്ന് തലയണയും കെട്ടിപ്പിടിച്ച് ഐ ലവ് യു ആനി എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നത് താൻ കണ്ടതാണല്ലോ. അല്ലാതെ ഈ മണ്ടൻ തന്നെ ഒന്ന് തൊട്ടിട്ട് പോലുമില്ല. ഓ, ഇപ്പോൾ മനസ്സിലായി. കള്ളിൻ്റെ എഫക്റ്റിൽ ഇന്നലെ എന്തൊക്കെയോ നടന്നുവെന്നാണ് പൊട്ടൻ കരുതി വെച്ചിരിക്കുന്നത്. അത് തൽക്കാലം അങ്ങനെ തന്നെ ഇരിക്കട്ടെ, അവൾ കരുതി. നീ എന്താ ഇത്ര ആലോചിച്ച് കൂട്ടുന്നേ? വർക്കി ചോദിച്ചു. അത് ഇന്നലെ നമ്മുടെ ആദ്യ രാത്രി ആയതുകൊണ്ട് ഞാൻ ചടങ്ങ് മുടക്കേണ്ട എന്ന് കരുതി സഹകരിച്ചതാണ്. എന്ന് വെച്ച് എപ്പോഴും അങ്ങനൊന്നും ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. ഭർത്താവാണെങ്കിലും അനുവാദം ചോദിച്ചു വേണം ഭാര്യയുടെ ദേഹത്ത് തൊടാൻ. കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ ആനി മുറിവിട്ട് പുറത്തു പോയി. പുറത്ത് ജീപ്പും ചാരി നിൽക്കുകയാണ് കുട്ടാപ്പി. വർക്കി പരിങ്ങിക്കൊണ്ട് അവൻ്റെ അടുത്തേക്ക് ചെന്നു. അവൻ നോക്കിയപ്പോൾ വർക്കിയുടെ മുഖത്തെ ചുവന്ന പാടുകൾ ശ്രദ്ധയിൽപ്പെട്ടു. മുഖത്തിനത് എന്നാ പറ്റി വർക്കിച്ചായ? കുട്ടാപ്പി സംശയത്തോടെ ചോദിച്ചു. ഒന്നും പറ്റിയില്ല. പിന്നെ എന്താ അവിടെ കല്ലിച്ച് നിൽക്കുന്നേ? ഓ അതോ, അത് വാതിലിനിടിച്ചതാ, വർക്കി വായിൽ തോന്നിയ കള്ളം പറഞ്ഞു. അവൻ വർക്കിയുടെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി. അവൻ്റെ നോട്ടം കണ്ട് വർക്കി ചെറുതായി പരിങ്ങി. ഇത് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ. കുട്ടാപ്പിക്ക് വീണ്ടും സംശയം. സത്യം, ഇത് വാതിലിനിടിച്ചതാ. എൻ്റെ അമ്മച്ചിയാണ് സത്യം, എൻ്റെ അപ്പച്ചനാണ് സത്യം. ഇത് വാതിലിന് തട്ടി വന്ന പാടാ, അല്ലാതെ ആരും അടിച്ചപ്പോൾ ഉണ്ടായതൊന്നുമല്ല. വർക്കി തല ചൊറിഞ്ഞുകൊണ്ട് പറഞ്ഞു. മതി, ഞാൻ വിശ്വസിച്ചു. കുട്ടാപ്പി വിശ്വാസം വന്നു എന്നർത്ഥത്തിൽ തൊഴുതുകൊണ്ട് പറഞ്ഞു. നീ വാ, നമുക്ക് കണി കണ്ടിട്ട് വരാം. വർക്കി വേഗം ജീപ്പിലേക്ക് കയറി. കണിയല്ലേ വീട്ടിലിരിക്കുന്നേ? ഇച്ചായൻ്റെ പിരിവെട്ടിയാ? ഓ, ഞാനത് മറന്നു. വർക്കി എന്തോ ഓർത്തെടുത്ത പോലെ പറഞ്ഞു. എൻ്റെ കർത്താവേ, ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞപ്പോൾ ഇങ്ങേരുടെ മൊത്തം ഫ്യൂസും പോയോ? കുട്ടാപ്പി അന്താളിച്ചുകൊണ്ട് ചോദിച്ചു. എൻ്റെ ഫ്യൂസിനൊന്നും ഒരു കുഴപ്പവുമില്ല, നീ വേഗം വണ്ടി എടുക്ക്, വർക്കി പറഞ്ഞു. എങ്ങോട്ടേക്ക്? മനുഷ്യന് സമാധാനം കിട്ടുന്ന എങ്ങോട്ടേലും പോടാ. എന്നാൽ ഷാപ്പിലേക്ക് പോകാം, നീ എങ്ങോട്ടെങ്കിലും പോ, വർക്കി ദേഷ്യത്തോടെ പറഞ്ഞു. ഉടനെ തന്നെ കുട്ടാപ്പി അടുത്തുള്ള കള്ളുഷാപ്പിലേക്ക് വണ്ടി വിട്ടു. ഷാപ്പുകാരൻ കുട്ടപ്പൻ വർക്കിയെ അത്ഭുതത്തോടെ നോക്കി. എന്താടാ കണ്ണു മിഴിച്ച് നോക്കുന്നേ? നീ ഇതിനു മുമ്പ് എന്നെ കണ്ടിട്ടില്ലേ? വർക്കി ചോദിച്ചു. വർക്കിച്ചായൻ രാവിലെ ഷാപ്പിലേക്കുള്ള വരവ് പതിവില്ലാത്തതാണല്ലോ, അതുകൊണ്ട് നോക്കിയതാ. നിന്ന് വാചകം അടിക്കാതെ 2 കുപ്പിയും പന്നിയിറച്ചി എടുക്ക്, വർക്കി ഉറക്കെ പറഞ്ഞു. വർക്കിച്ചായൻ ഇരുന്നാട്ടെ, ഞാൻ ഇപ്പോൾ എടുക്കാം. അതും പറഞ്ഞ് അയാൾ അടുക്കളയിലേക്ക് ചെന്നു. അധികം വൈകാതെ പന്നിയിറച്ചിയും കള്ളും വർക്കിയുടെ മുൻപിൽ നിരത്തി. നിമിഷ നേരം കൊണ്ട് ഒരു കുപ്പി അടിച്ച് തീർത്തു. ഇത് കണ്ട് ആശ്ചര്യപ്പെട്ട് നിൽക്കുകയാണ് കുട്ടാപ്പി. വർക്കിച്ചായ, ശരിക്കും നിങ്ങൾക്ക് എന്താ പറ്റിയത്? ഇറച്ചിക്ക് എരിവില്ല, ഇറച്ചി തൊട്ട് നോക്കിക്കൊണ്ട് വർക്കി പറഞ്ഞു. വർക്കിച്ചായ ഇങ്ങോട്ട് നോക്ക്. കുട്ടാപ്പി വർക്കിയുടെ മുഖം പിടിച്ച് തിരിച്ചു. എന്നാടാ? വർക്കി ദേഷ്യത്തോടെ ചോദിച്ചു. നിങ്ങൾക്ക് ശരിക്കും എന്നാ പറ്റിയത്? രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുക, പതിവില്ലാത്ത ഓരോ ശീലങ്ങൾ. കുട്ടാപ്പി പറഞ്ഞത് മൈൻഡ് ചെയ്യാതെ ഒരു കുപ്പിക്ക് കൂടി പറഞ്ഞു. കുടിച്ചത് മതി, എഴുന്നേറ്റേ.
കുട്ടാപ്പി വർക്കിയെ നിർബന്ധിച്ചെഴുന്നേൽപ്പിച്ച് പുറത്തേക്ക് നടന്നു. എൻ്റെ കയ്യിൽ നിന്ന് വിടടാ. വർക്കി അവനെ പിടിച്ച് മാറ്റാൻ നോക്കി. പക്ഷേ കുട്ടാപ്പി പിടിച്ച് വലിച്ച് വണ്ടിയിൽ കയറ്റി. വണ്ടിയെടുത്ത് പുഴക്കരയിൽ കൊണ്ട് നിർത്തി. നീ എന്തിനാണ് ഇവിടെ വണ്ടി നിർത്തിയേ? വർക്കി ചോദിച്ചു. ഇച്ചായ, നിങ്ങൾ ആദ്യം ഒന്ന് റിലാക്സ് ആവ്. റിലാക്സായി ദീർഘശ്വാസം എടുത്ത ശേഷം വർക്കി പറഞ്ഞു, ഇനി പറ, എന്താ ഇച്ചായൻ്റെ പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. കള്ളം പറയില്ലേ. കാലം കുറേയായി നിങ്ങളുടെ ഓസിന് ഞാൻ ജീവിക്കാൻ തുടങ്ങിയിട്ട്. എനിക്ക് നിങ്ങൾ കള്ളം പറഞ്ഞാൽ മനസ്സിലാകാതിരിക്കുമോ? എടാ, ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? ഇല്ല, ഞാൻ വിശ്വസിക്കില്ല. പറ വർക്കിച്ചായ. എന്ത്? സോറി, പറ വർക്കിച്ച, പറ. എന്താ നിങ്ങളുടെ പ്രശ്നം? കുട്ടാപ്പി ചോദിച്ചു. വർക്കി ഒരു നിമിഷം ആലോചനയിലായി. എന്താ വർക്കിച്ച ഇങ്ങനെ ആലോചിക്കുന്നേ? എനിക്കൊരു സംശയം, വർക്കി ചിന്തിച്ചുകൊണ്ട് പറഞ്ഞു. എന്ത് സംശയം? സ്വന്തം ഭാര്യയുടെ ശരീരത്തിൽ ഭർത്താവ് തൊടുന്നത് തെറ്റാണോ? ഒരു തെറ്റുമില്ല. ഭാര്യയുടെ സമ്മതമില്ലാതെ തൊടുന്നത് തെറ്റാണോ? അത് തെറ്റാണ്, കുട്ടാപ്പി പറഞ്ഞു. അതെങ്ങനെ തെറ്റാകും? താലി കെട്ടിയ സ്വന്തം ഭാര്യയല്ലേ ഭർത്താവ് തൊടുന്നത്? എൻ്റെ ഇച്ചായ, നിങ്ങൾക്കറിയാൻ മേലാഞ്ഞിട്ടാ. അനുവാദമില്ലാതെ ഭാര്യയുടേതെന്നല്ല ഒരു സ്ത്രീയുടെയും ശരീരത്തിൽ തൊടാൻ പാടില്ല. തൊട്ടാലോ? പെണ്ണിന് ഇഷ്ടപ്പെട്ടില്ലേ കോടതി കയറ്റും, കുട്ടാപ്പി പറഞ്ഞു. ഷോ, ഇത് വല്ലാത്ത നിയമമായിപ്പോയി, വർക്കി മുഖം തിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്തേ? ഇച്ചായൻ സമ്മതമില്ലാതെ ആനി ടീച്ചറെ കയറി പിടിച്ചോ? കുട്ടാപ്പി സംശയരൂപേണ ചോദിച്ചു. ഏയ്, ഞാൻ അത്തരക്കാരനല്ല. ഒരു സംശയം, അത് ചോദിച്ചു എന്നേ ഉള്ളൂ, വർക്കി അവൻ്റെ മുഖത്ത് നോക്കാതെ പറഞ്ഞു. അവന് കുടിക്കാനുള്ള കള്ളിന് കാശ് കൊടുത്ത് വർക്കി അവനെ പറഞ്ഞു വിട്ടു. രാത്രി 10:30. ഭക്ഷണം കഴിഞ്ഞ് മുറിയിൽ വിശ്രമിക്കുകയാണ് വർക്കി. സമയം ഇത്രയായിട്ടും ആനിയെ കാണുന്നില്ലല്ലോ. അവൾ അടുക്കളയിൽ എന്തെടുക്കുവാണാവോ? അവൻ മുറിയിലിരുന്ന് ചിന്തിച്ചു. അടുത്ത നിമിഷം ആനി മുറിയിലേക്ക് കയറി വന്നു. എന്താ ആനി ഇത്രയും വൈകിയത്? വർക്കി സൗമ്യമായി ചോദിച്ചു. അടുക്കളയിൽ പണിയുണ്ടായിരുന്നു. മുഖത്ത് നോക്കാതെ ആനി മറുപടി നൽകി. സഹായിക്കാൻ അമ്മച്ചി ഉണ്ടായിരുന്നില്ലേ? ഇല്ല. സൂസിക്കുട്ടിയോ? രണ്ടാളോടും പോയി കിടന്നോളാൻ പറഞ്ഞു. ആനി ഗൗരവത്തോടെ മറുപടി നൽകി. ആനിക്ക് ഈ വീട്ടിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുതെന്ന് അമ്മച്ചിയോട് ഞാൻ പ്രത്യേകം പറഞ്ഞതാ. എന്നിട്ട് അമ്മച്ചി എന്നാ പണിയാണ് കാണിച്ചത്? ആനിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വർക്കി പറഞ്ഞു. നിങ്ങൾക്കെന്താ, ചെവി കേൾക്കില്ലേ? ആനി ദേഷ്യത്തോടെ ചോദിച്ചു. എൻ്റെ ചെവിക്ക് ഒരു പ്രശ്നവുമില്ല, വർക്കി ചെവിയിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു. നിങ്ങളോട് ഞാൻ നേരത്തെ ഒരു വട്ടം പറഞ്ഞതല്ലേ അമ്മച്ചിയോടും സൂസിക്കുട്ടിയോടും പോയി കിടന്നോളാൻ പറഞ്ഞത് ഞാനാണെന്ന്? അവൾ കടുപ്പത്തിൽ പറഞ്ഞു. നീ ഇങ്ങനെ ചെറിയ കാര്യത്തിന് ചൂടാവല്ലേ ആനി? ഞാൻ ചൂടായതല്ല, കാര്യം പറഞ്ഞതാ, ആനി വീണ്ടും ഗൗരവത്തിൽ പറഞ്ഞു. സോറി, വർക്കി പറഞ്ഞു. എന്തിന്? ആനി സംശയത്തോടെ ചോദിച്ചു. സമ്മതമില്ലാതെ രാവിലെ ആനിയെ കയറി പിടിച്ചതിന്. വർക്കി തൻ്റെ തെറ്റ് സ്വയം ഏറ്റു പറഞ്ഞു. അതിനവൾ മറുപടിയൊന്നും പറഞ്ഞില്ല. എന്തായാലും കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി എൻ്റെ ഭാഗത്തു നിന്നും ഒരു തെറ്റും ഉണ്ടാവില്ല. ഇന്നലെ പോലെ ഇന്നും ചെറിയൊരു ആദ്യരാത്രി നടത്താം, വർക്കി ചെറുനാണത്തോടെ പറഞ്ഞു. താല്പര്യമില്ല എന്ന ഭാവത്തിൽ അവൾ മുഖം തിരിച്ചു. എന്താ ആനി ഒരു ഇഷ്ടക്കേട്? ഒന്നുമില്ല. എന്താ ആനി നിൻ്റെ പ്രശ്നം? ആനി മറുപടിയൊന്നും പറയാതെ മൗനം തുടർന്നു. ആനി, നീ ഇങ്ങനെ മിണ്ടാതിരിക്കാതെ എന്തെങ്കിലുമൊക്കെ പറയേ. ആനി എന്തോ പറയാൻ ശ്രമിച്ചു. കാര്യം എന്തായാലും ഒരു മടിയും കൂടാതെ തുറന്ന് പറയേ. ഞാൻ നിൻ്റെ ഭർത്താവാണ്, വർക്കി നിർബന്ധിച്ചു. ആനി കാര്യം പറയാൻ തയ്യാറെടുത്തു. വർക്കി അവൾക്ക് പ്രോത്സാഹനം നൽകി. നമ്മുടെ കെട്ട് കഴിഞ്ഞു എന്നുള്ളത് ശരിയാണ്, പക്ഷേ ആദ്യരാത്രി കഴിഞ്ഞതും ശരിയാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, ചടങ്ങ് ഒഴിവാക്കേണ്ട എന്ന് കരുതി സമ്മതിച്ചതാണെന്ന്. ഇച്ചായനുമായി എപ്പോഴും ഫിസിക്കൽ റിലേഷൻ തുടങ്ങാൻ മെൻ്റലി എനിക്ക് കുറച്ചുകൂടി സമയം വേണം, ആനി സാവധാനം പറഞ്ഞു. 1-2 ദിവസം മതിയോ? വർക്കി ചോദിച്ചു. അറിയില്ല, അവൾ തറയിൽ നോക്കി മറുപടി നൽകി. ദേഷ്യം കൊണ്ട് വർക്കിയുടെ മുഖം വീർത്തു. പരമാവധി അത് കടിച്ചമർത്തി. ശരി, ആനി ആവശ്യത്തിന് സമയമെടുത്തോളൂ. അതുവരെ ഇച്ചായൻ ബെഡിലും ഞാൻ നിലത്തും കിടന്നോളാം. അത് വേണ്ട,
ഞാൻ നിലത്ത് കിടന്നോളാം. മനസ്സിലെ നിരാശ കടിച്ചു പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. ശരി ചായ, എന്നാൽ ഞാൻ കിടക്കട്ടെ, സമയം ഒത്തിരി വൈകി. അവൾ ധൃതിയിൽ കിടക്കാൻ തയ്യാറെടുത്തു. ഗുഡ് നൈറ്റ്. ദിവസങ്ങൾ കടന്നുപോയി. വർക്കിയും കുട്ടാപ്പിയും ടൗണിൽ പോയി വരികയാണ്. എൻ്റെ ഇച്ഛായ, കല്യാണം കഴിഞ്ഞേ പിന്നെ നിങ്ങളുടെ സ്വഭാവം മൊത്തം മാറി. പഴയ ചുറുചുറുക്കും കളിയും തമാശയും ഒക്കെ നഷ്ടപ്പെട്ടു. കുട്ടാപ്പി പറഞ്ഞു. നീ പറഞ്ഞത് ശരിയാടാ കുട്ടാപ്പി, ഇപ്പോൾ തോന്നുക കല്യാണം കഴിക്കണ്ടായിരുന്നു എന്ന്. വർക്കി അലസതയോടെ പറഞ്ഞു. എനിക്കെല്ലാം മനസ്സിലായി ഇച്ഛായ, കുട്ടാപ്പി ഇളിച്ചുകൊണ്ട് പറഞ്ഞു. നിനക്ക് എന്ത് മനസ്സിലായി എന്നാ പറയുന്നേ? ആനി ടീച്ചർ ഭരണം തുടങ്ങിയല്ലേ? നിനക്കെങ്ങനെ മനസ്സിലായി? വർക്കി ചോദിച്ചു. ഇതൊക്കെ എല്ലാവരുടെയും അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെ അയച്ചായ. കെട്ട് കഴിഞ്ഞാൽ പിന്നെ ഭാര്യയുടെ ചൊൽപ്പടിക്ക് നിൽക്കേണ്ടി വരും, അല്ലേ ബെഡ്റൂമിൽ പോലും കയറ്റത്തില്ല. അവൻ ഇളിച്ചുകൊണ്ട് പറഞ്ഞു. നീ അധികം വാചകം അടിക്കാണ്ട് നേരെ നോക്കി വണ്ടി ഓടിക്ക്. വണ്ടി കുറേ ദൂരം കൂടി സഞ്ചരിച്ചു. യാത്രയ്ക്ക് ശേഷം ജീപ്പ് വീടിൻ്റെ മുമ്പിലെത്തി. ജീപ്പ് ഞാൻ കൊണ്ടുപോകണോ അതോ ഇവിടെ വെക്കണോ? വണ്ടിയിൽ നിന്നും ഇറങ്ങി കുട്ടാപ്പി ചോദിച്ചു. ജീപ്പ് ഇവിടെ ഇട്ടിട്ട് നീ നടന്നു പോയിക്കോ, വർക്കി പറഞ്ഞു. ഇച്ചായ, അവൻ ദേഷ്യത്തോടെ നോക്കി. ചാവി തന്നിട്ട് വേഗം വീട്ടിൽ പോകാൻ നോക്കടാ. വർക്കി കുട്ടാപ്പീൻ്റെ കയ്യിൽ നിന്ന് ചാവി വാങ്ങി അവനെ പറഞ്ഞു വിട്ടു. പുറത്ത് മത്തായി കാത്തു നിൽപ്പുണ്ടായിരുന്നു. വർക്കിയെ കണ്ടയുടനെ ഒരുമാതിരി ആക്കി ചിരിച്ചു. എന്താ എളിക്കുന്നേ? ഇവിടെ ആരെങ്കിലും തുണി ഉടുക്കാതെ നിൽക്കുന്നുണ്ടോ? വർക്കി ചോദിച്ചു. ഏയ് ഒന്നുമില്ല, മത്തായി വീണ്ടും വിളിച്ചു. ദേ അപ്പച്ച, എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കും. വർക്കി അപ്പന് നേരെ കൈയോങ്ങിക്കൊണ്ട് പറഞ്ഞു. നിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചൊരുത്തി അകത്തിരിപ്പുണ്ട്, ചെല്ല്, മത്തായി പറഞ്ഞു. എന്ത്? പറഞ്ഞതൊന്നും മനസ്സിലാകാതെ വർക്കി ചോദിച്ചു. നീ അകത്തേക്ക് ചെല്ല്, കാര്യങ്ങളൊക്കെ വഴിയെ മനസ്സിലായിക്കൊള്ളൂ. മത്തായി വീണ്ടും വിളിച്ചു. വർക്കി ദേഷ്യത്തോടെ വീടിൻ്റെ അകത്തേക്ക് ചെന്നു. കൺഗ്രാറ്റുലേഷൻസ് ഏട്ടാ. സൂസിക്കുട്ടി വർക്കിയെ വന്ന് കെട്ടിപ്പിടിച്ചു. എന്താടി നീ കാണിക്കുന്നേ? അവൻ സംശയത്തോടെ ചോദിച്ചു. കള്ളം പണി പറ്റിച്ചു അല്ലേ? അവൾ ഇളിച്ചുകൊണ്ട് പറഞ്ഞു. നീ എന്താടി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. മോനെ വർക്കി, ഒന്ന് ഇങ്ങോട്ട് വന്നേടാ. അമ്മച്ചി അവനെ അടുത്തേക്ക് വിളിച്ചു. അമ്മച്ചിയുടെ തോളിൽ തലചായി ചിരിക്കുകയാണ് ആനി. വർക്കി അവരുടെ അടുത്തേക്ക് ചെന്നു. എന്താ അമ്മച്ചി? അവൻ ആശ്ചര്യത്തോടെ ചോദിച്ചു. കള്ളൻ, നിനക്കൊന്നും അറിയില്ലല്ലേ? അമ്മച്ചി കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, നിങ്ങൾ വട്ടം കറക്കാതെ കാര്യം പറ. വർക്കിയുടെ ക്ഷമ നശിച്ചു. ആനിക്ക് വിശേഷ? എന്ത് വിശേഷം? വർക്കി സംശയത്തോടെ ചോദിച്ചു. എടാ പൊട്ട, അവൾ ഗർഭിണിയാണെന്ന്. അത് കേട്ട് വർക്കി ഞെട്ടി. അവൻ ആനിയുടെ മുഖത്തേക്ക് നോക്കി. നാണത്തോടെ അവൾ വർക്കിയെ നോക്കി പുഞ്ചിരിച്ചു. എല്ലാം ചെയ്തു വെച്ചിട്ട് ഒന്നും അറിയാത്തവനെ പോലെ നിൽക്കണ കണ്ട അവൻ. അതും പറഞ്ഞ് അമ്മച്ചി പൊട്ടിച്ചിരിച്ചു. ആനി വർക്കിയെ നോക്കി നാണത്തോടെ ചിരിച്ചുകൊണ്ട് മുറിയിലേക്ക് ഓടിപ്പോയി. വർക്കി മുറിയിലേക്ക് ചെന്നു. ബെഡിലിരുന്ന് എന്തോ കാര്യമായ ചിന്തയിലാണ് ആനി. എന്നാലും എൻ്റെ ആനി, ആകെ ഫസ്റ്റ് നൈറ്റ് മാത്രമല്ലേ നമ്മൾ ബന്ധപ്പെട്ടിട്ടുള്ളൂ, അപ്പോഴേക്കും നീ ഗർഭിണിയായോ? അത് കഴിഞ്ഞൊന്ന് തൊട്ടിട്ട് പോലുമില്ല. എൻ്റെ ഇച്ചായൻ ഒരു പുലിക്കുട്ടിയാണെന്ന് തെളിയിച്ചില്ലേ? കഴിവുള്ള ആൺകുട്ടികൾക്ക് ഒറ്റത്തവണയൊക്കെ മതി. ആനി വർക്കിയുടെ മൂക്കിൽ പിടിച്ച് ചിരിച്ചു. എന്നാ ഇതിൻ്റെ സന്തോഷത്തിൽ നമുക്കിപ്പോൾ ഒന്ന് കൂടിയാലോ ആനി? അയ്യോ, ഇപ്പോഴോ? നമ്മുടെ കുഞ്ഞിന് ദോഷം ചെയ്യും. ആണോ? എന്നാ വേണ്ട. മണ്ടൻ കൊണാപ്പി, ആനി മനസ്സിൽ ഊറി ചിരിച്ചു. വൈകുന്നേരം സ്കൂൾ പിള്ളേരെ വായി നോക്കാൻ ഇറങ്ങിയതാണ് ആൽഫിയും മനുവും. ഈ നേരം സോഫി ടീച്ചർ അവരുടെ അടുത്തെത്തി. ടീച്ചറെ കണ്ട ഉടനെ രണ്ടുപേരും ഒന്ന് പരിങ്ങി. അവരെ വായി നോക്കാൻ വന്നതാണെന്ന് സോഫിക്ക് മനസ്സിലായി. എന്താ രണ്ടുപേരും ഈ സമയത്ത് ഇവിടെ? സോഫി ചോദിച്ചു. അത് പിന്നെ ടീച്ചറെ, ഇവിടെ അടുത്തൊരു ഫ്രണ്ടിനെ കാണാൻ വന്നതാ. ആൽഫി മനസ്സിൽ തോന്നിയ കള്ളം തട്ടിവിട്ടു. എന്നിട്ട് ഫ്രണ്ടിനെ കണ്ടോ? സോഫി കുസൃതിയോടെ ചോദിച്ചു. അത് ഇല്ല, അവനിപ്പോൾ വരുമായിരിക്കും, ആൽഫി വിക്കിക്കൊണ്ട് പറഞ്ഞു. സോഫി ഇരുവരുടെയും മുഖത്ത് നോക്കി ചിരിച്ചു. ടീച്ചർ എന്തിനാണ് ചിരിക്കുന്നതെന്ന് മനസ്സിലാകാതെ അവർ പരസ്പരം നോക്കി.
എൻ്റെ പിള്ളേരെ, എന്തിനാ വെറുതെ എന്നോട് കള്ളം പറയാൻ നോക്കുന്നേ? ഒന്നുമില്ലെങ്കിലും 3-4 വർഷം നിങ്ങളെ പഠിപ്പിച്ച ടീച്ചറല്ലേ ഞാൻ. നിങ്ങളിവിടെ വന്നതിൻ്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. സ്കൂൾ വിട്ട് പോകുന്ന പിള്ളേരെ വായി നോക്കാനല്ലേ? സോഫി കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. അങ്ങനൊന്നുമില്ല ടീച്ചറെ. ഇരുവരും ചമ്മിക്കൊണ്ട് പറഞ്ഞു. ഉവ്, ടീച്ചർ വീണ്ടും കളിയാക്കി. ഇനി ഇവിടെ നിന്ന് ആ ടീച്ചറിന് മുമ്പിൽ നാണം കെട്ട് തൊലി ഉരിയുമെന്ന് അവർക്ക് മനസ്സിലായി. ഞങ്ങൾ പൊക്കോട്ടെ ടീച്ചറെ. സമയം ഇത്രയും വൈകിയ സ്ഥിതിക്ക് ഫ്രണ്ടിന് വരുമെന്ന് തോന്നുന്നില്ല. അതും പറഞ്ഞ് അവർ പോകാനൊരുങ്ങി. അവിടെ നിൽക്ക്, സോഫി പറഞ്ഞു. എന്താ ടീച്ചറെ? വിധു എവിടെ? അവൻ നിങ്ങളുടെ കൂടല്ലേ ഉണ്ടാവാറ്? അവനെ ഇപ്പോൾ കാണാറേ ഇല്ലല്ലോ, സോഫി ചോദിച്ചു. അവനിപ്പോൾ പുറത്തോട്ടൊന്നും അധികം ഇറങ്ങാറില്ല, അതാ അവനെ കാണാത്തെ, മനു പറഞ്ഞു. അവൻ്റെ നമ്പർ ഒന്ന് തരുമോ? എന്തിനാ ടീച്ചറെ? മനു സംശയത്തോടെ ചോദിച്ചു. എൻ്റെ PC-ക്ക് ചെറിയ കംപ്ലൈൻറ്റ്, അത് വന്ന് നോക്കാനാ, സോഫി പറഞ്ഞു. അതിന് വിധുവിന് PC ശരിയാക്കാനൊക്കെ അറിയുമോ? മനു സംശയത്തോടെ ആൽഫിയെ നോക്കി. അത് എന്തോ ചെറിയ പ്രോബ്ലമാണ്. വിധുവിന് PC ഉപയോഗിച്ച് ശീലമുള്ളത് കൊണ്ട് അവന് ശരിയാക്കാനാവുന്ന കംപ്ലയിൻസേ ഉണ്ടാവൂ, സോഫി എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു. സോഫിയുടെ സംസാരത്തിൽ ദുരൂഹതയുണ്ടെങ്കിലും വിധുവിൻ്റെ നമ്പർ അവർ പറഞ്ഞു കൊടുത്തു. താങ്ക്സ് പിള്ളേരെ. നമ്പർ കിട്ടിയപ്പോൾ സോഫിക്ക് സന്തോഷമായി. ശേഷം ഇരുവരോടും യാത്ര പറഞ്ഞ് സോഫി നടന്നകന്നു. ഇതിലെന്തോ പന്തികേടുണ്ട്, മനു പറഞ്ഞു. ശരിയാ, നമ്മൾ അറിയാതെ വേറെ ചില കളികൾ നടക്കുന്നുണ്ട്. ആൽഫിയും അതിനോട് യോജിച്ചു. എന്തായാലും ഈ കാര്യം നമുക്ക് വിധുവിനോട് തന്നെ ചോദിച്ചു നോക്കാം. രാത്രി വീട്ടിലിരുന്ന് പുസ്തകം മറിച്ച് നോക്കുമ്പോഴാണ് വിധുവിൻ്റെ ഫോണിൽ ഒരു കോള് വന്നത്. പഠിത്തം അവസാനിപ്പിച്ച് അവൻ ഫോൺ എടുത്ത് നോക്കി. സേവ് ചെയ്യാത്ത നമ്പറിൽ നിന്നാണ് കോള് വന്നത്. ഒരു നിമിഷം ആലോചിച്ച ശേഷം അവൻ ഫോൺ അറ്റൻഡ് ചെയ്തു. ഹലോ, ഇതാരാ വിളിക്കുന്നേ? അവൻ ചോദിച്ചു. ഇത് ഞാനാടാ, സോഫി ടീച്ചർ മറുപടി നൽകി. എൻ്റെ നമ്പർ എവിടെ നിന്ന് കിട്ടി? അവൻ സംശയത്തോടെ ചോദിച്ചു. ഇന്ന് വൈകുന്നേരം നിൻ്റെ കൂട്ടുകാരെ കണ്ടിരുന്നു, അവരുടെ കയ്യിൽ നിന്ന് മേടിച്ചു, സോഫി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ട് അവൻ ഞെട്ടി. ടീച്ചർ എന്ത് പണിയാണ് കാണിച്ചത്? അവൻ ദേഷ്യത്തോടെ ചോദിച്ചു. എന്തു പറ്റി? എൻ്റെ നമ്പർ വേണമെങ്കിൽ FBയിൽ ചോദിച്ചാൽ പോരെ, ഞാൻ പറഞ്ഞു തരില്ലേ? അവന്മാർക്കെല്ലാം മനസ്സിലായി കാണും, വിധു വിഷമത്തോടെ പറഞ്ഞു. നീ ഇങ്ങനെ ടെൻഷനാവാതെ, അവർക്ക് നമ്മുടെ കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. ഞാൻ വളരെ തന്ത്രപരമായാണ് അവരോട് പെരുമാറിയത്. ടീച്ചർ വിളവ് പഠിച്ച സ്കൂളിലെ ഹെഡ് മാസ്റ്റർ അവന്മാർക്കെല്ലാം മനസ്സിലായി കാണും. വിധു പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് സോഫിക്ക് തോന്നി. സോറി വിധു, ഇനി കുഴപ്പമാവോ? അവൾ ആശങ്കയോടെ ചോദിച്ചു. എനിക്കറിയില്ല, ഇനി കുറച്ചു കാലത്തേക്ക് നമ്മൾ തമ്മിൽ ഒരു കോണ്ടാക്റ്റും വേണ്ട. കാര്യങ്ങളൊക്കെ കലങ്ങി തെളിയുമോ എന്ന് നോക്കട്ടെ. ശരി വിധു, എല്ലാം എൻ്റെ എടുത്തുചാട്ടത്തിൻ്റെ. ഐ ആം സോറി. ശേഷം അവൻ ഫോൺ കട്ട് ചെയ്തു. അല്ലാതെ തന്നെ മൂഡ് ഔട്ടായിരിക്കുക. അപ്പോഴാ പുതിയ മാരണങ്ങൾ. അവൻ സ്വയം പഴിച്ചു. പിറ്റേന്ന് വൈകുന്നേരം വിധു ആൽഫിയെ വിളിച്ചു. ഡാ, നിങ്ങൾ എവിടെയാ ഉള്ളത്? ഞങ്ങൾ ഗ്രൗണ്ടിലുണ്ട്, ആൽഫി മറുപടി നൽകി. എത്ര മണിവരെ കാണും? അതൊന്നും പറയാൻ പറ്റില്ല. നീ ഇങ്ങോട്ട് വരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ വാ. ആ, ഞാനിപ്പോൾ വരാം. ഒപ്പം മനുവുണ്ടോ? ആ, അവനും ഉണ്ട്. എന്നാൽ ശരി, ഞാനിപ്പോൾ എത്താം. ഫോൺ കട്ട് ചെയ്ത് വിധു വീട്ടിൽ നിന്നിറങ്ങി. സമയം ഇരുട്ടാറായി. നീ ഇതെങ്ങോട്ടാ? അമ്മ വനജ ചോദിച്ചു. ഞാനൊന്ന് ഗ്രൗണ്ട് വരെ പോയിട്ട് വരാം. ഇപ്പോൾ പോകണ്ട, നല്ല മഴയ്ക്ക് കോളുണ്ട്, അമ്മ ആകാശം നോക്കിക്കൊണ്ട് പറഞ്ഞു. ഇരുട്ട് മേഘങ്ങൾ അങ്ങിങ്ങായി കാണാം. മഴയൊന്നും പെയ്യത്തില്ല, അധികം വൈകാതെ ഞാനിങ്ങെത്തും. അമ്മയോട് കൂടുതൽ സംസാരത്തിന് നിൽക്കാതെ അവൻ വീട് വിട്ടിറങ്ങി. ഗ്രൗണ്ടിൽ വിധുവിനെ കാത്തിരിക്കുകയാണ് മനുവും ആൽഫിയും. ഈ സമയം വിധു ദൂരെ നിന്ന് നടന്നു വരുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ദേ അവൻ വരുന്നുണ്ട്, മനു പറഞ്ഞു. വിധു അവരുടെ അടുത്തെത്തി. എന്താ മോനെ ഇത്ര ലേറ്റായത്? ആൽഫി ചോദിച്ചു. ഉറങ്ങിപ്പോയി, വിധു മറുപടി നൽകി. പുതിയ ശീലങ്ങളാണല്ലോ.
ഉച്ചയ്ക്കുറങ്ങിയാൽ രാത്രി ഒരുപാട് ഇരുന്ന് പഠിക്കാമല്ലോ, വിധു പറഞ്ഞു. വെറുതെ പുളുവടിക്കാതെ, മനു കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. പുളുവല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം, എന്തായാലും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, ഇരുവരും അവനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. ഞങ്ങൾ നിന്നോടൊരു കാര്യം ചോദിക്കാനിരിക്കുമായിരുന്നു, ആൽഫി പറഞ്ഞു. എന്ത് കാര്യം? വിധു ചെറിയ ഭയത്തോടെ ചോദിച്ചു. സോഫി ടീച്ചർ നിന്നെക്കുറിച്ച് അന്വേഷിച്ചു. എന്തന്വേഷിച്ചു? വിധു നന്നായി വിയർത്തു. എന്താ നിനക്കൊന്നും അറിയാത്ത പോലെ? മനു ചോദിച്ചു. നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല, വിധു കാര്യം അറിയാത്ത പോലെ പറഞ്ഞു. ഞങ്ങൾ മനസ്സിലാക്കി തരാം, ആൽഫി ചെറിയ ഭീഷണി പോലെ പറഞ്ഞു. നിങ്ങൾ എന്തോ അർത്ഥം വെച്ചാണ് സംസാരിക്കുന്നത്. ഞങ്ങൾ സംസാരിക്കുന്നതിൻ്റെ അർത്ഥം നിനക്ക് മനസ്സിലാകും വിധു, മനു പറഞ്ഞു. നീയും സോഫി ടീച്ചറും തമ്മിൽ ഞങ്ങൾ അറിയാത്ത എന്തോ ചുറ്റിക്കളിയുണ്ട്, ആൽഫി വെട്ടിത്തുറന്നു പറഞ്ഞു. എന്ത് ചുറ്റിക്കളി? വിധു വെപ്രാളപ്പെട്ടു. പിന്നെ വെറുതെ PC ശരിയാക്കാനാണെന്ന് പറഞ്ഞ് ടീച്ചർ നിൻ്റെ നമ്പർ ചോദിക്കുമോ? എനിക്ക് അത്യാവശ്യം അറിവൊക്കെയുണ്ട്, വിധു പറഞ്ഞു. PES GTA കളിക്കാനല്ലാതെ PCയെക്കുറിച്ച് എന്താടാ നിനക്കറിയാം? മനു ഇടയ്ക്ക് കയറി ഉറക്കെ ചോദിച്ചു. എനിക്ക് കുറച്ചൊക്കെ അറിയാം, അത് നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല, വിധു ചൂടാവാൻ തുടങ്ങി. ഈ കോപ്പനെ ഞാൻ, മനു വിധുവിൻ്റെ നേർക്ക് കൈയോങ്ങി. ഉടനെ തന്നെ ആൽഫി അവനെ പിന്നിലേക്ക് വലിച്ചു മാറ്റി. വിധു ദേഷ്യത്തോടെ തിരിഞ്ഞു നടന്നു. വിധു, ഞങ്ങൾ നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സാ, എന്നിട്ട് നീ ഞങ്ങളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഒളിക്കുന്നുണ്ട്, ആൽഫി പറഞ്ഞു. അവൻ പറയുന്നത് ചെവികൊള്ളാതെ വിധു അവിടം വിട്ടുപോയി. സമയം രാത്രി 7:30 കഴിഞ്ഞു. വിധു ഇതുവരെ വീട്ടിൽ തിരിച്ചെത്തിയില്ല. സമയം ഇത്ര വൈകിട്ടും മകനെ കാണാതെ വനജ ആവലാതിപ്പെട്ടു. പുറത്താണെങ്കിൽ നല്ല മഴയും. വീട്ടിലിരുന്ന് TV കാണുകയാണ് മനു. ഈ സമയം അവൻ്റെ ഫോൺ റിങ് ചെയ്തു. എടുത്തു നോക്കിയപ്പോൾ വിധുവിൻ്റെ അമ്മയാണ്. ഈ സമയത്ത് എന്തിനാണാവോ അവൻ്റെ അമ്മ എന്നെ വിളിക്കുന്നത്? സംശയത്തോടെ അവൻ ഫോൺ അറ്റൻഡ് ചെയ്തു. ഹലോ മനു, വനജ വെപ്രാളപ്പെട്ടുകൊണ്ട് പറഞ്ഞു. എന്താ ആൻറ്റി, വിധു ഉണ്ടോ അവിടെ? ഇല്ല, വൈകിട്ട് ഗ്രൗണ്ടിലേക്കാണെന്ന് പറഞ്ഞിറങ്ങിയതാ. സമയം ഇത്രയായിട്ടും ഇതുവരെ വീട്ടിൽ തിരിച്ചെത്തിയിട്ടില്ല. അവൻ വൈകുന്നേരം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, പക്ഷെ ആദ്യം പോയത് അവനാ. മഴ പെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചത്. ഈശ്വര, അവൻ എവിടെയാണോ എന്തോ, വനജ വിഷമത്തോടെ പറഞ്ഞു. ആൻറ്റി വിഷമിക്കണ്ട, ഞാനൊന്ന് അന്വേഷിക്കട്ടെ. അവൻ ഫോൺ എടുക്കാതെയാണോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്? അതെ, ചിലപ്പോൾ ക്ലബിലോ വായനശാലയിലോ പോയി കാണും. ഞാൻ അന്വേഷിച്ചിട്ട് വിളിക്കാം. ശരി മോനെ. കണ്ണു തുടച്ചുകൊണ്ട് അവൾ ഫോൺ വെച്ചു. മനു ഉടനെ തന്നെ ഈ വിവരം ആൽഫിയെ അറിയിച്ചു. എന്നാലും അവനിതെവിടെ പോയി? ആൽഫി ചോദിച്ചു. അതാണ് എനിക്ക് മനസ്സിലാകാത്തത്, മനു പറഞ്ഞു. എന്തായാലും നമുക്കൊന്ന് അന്വേഷിച്ച് നോക്കാം. ഈ രാത്രി കോരിച്ചൊഴിയുന്ന മഴയത്ത് നമ്മൾ എവിടെ പോയി അന്വേഷിക്കാനാ? എന്തായാലും നീ പറഞ്ഞ പോലെ ക്ലബിലും വായനശാലയിലും പോയി നോക്കാം, അവിടെ ഉണ്ടായാൽ മതിയായിരുന്നു, മനു പറഞ്ഞു. പതിവ് പോലെ രാവിലെ സ്കൂളിലേക്ക് പോവുകയാണ് സോഫി ടീച്ചർ. ഈ സമയത്താണ് ആൽഫിയും മനുവും അതുവഴി വന്നത്. എങ്ങോട്ടാ രണ്ടാളും? സോഫി ടീച്ചർ ചോദിച്ചു. വിധുവിൻ്റെ വീട്ടിലേക്കാ, മനു പറഞ്ഞു. അവൻ എന്തു പറ്റി? ടീച്ചർ ചോദിച്ചു. ഇന്നലെ രാത്രി അവൻ്റെ സൈക്കിളിൽ ജീപ്പ് തട്ടി. ഹോസ്പിറ്റലിലായിരുന്നു. ഇടിച്ച ജീപ്പ് നിർത്താതെ പോയി. എന്നിട്ട് അവനെന്തെങ്കിലും പറ്റിയോ? ടീച്ചർ ആശങ്കയോടെ ചോദിച്ചു. ചെറിയ പരിക്കുകളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. എന്തായാലും ഞങ്ങൾ ചെന്ന് നോക്കട്ടെ. നിൽക്ക്, ഞാനും വരാം. സോഫിയും അവരോടൊപ്പം ചെന്നു. വിധുവിൻ്റെ വീടിൻ്റെ അരികിലെത്തിയപ്പോൾ അയൽവാസികൾ ഇറങ്ങിപ്പോകുന്നത് കണ്ടു. അവനെ കാണാൻ വന്നവരായിരിക്കും. 3 പേരും നടന്ന് വീട്ടുമുറ്റത്തെത്തി. ഞാൻ ഹൈസ്കൂളിൽ വിധുവിനെ പഠിപ്പിച്ച ടീച്ചറാ. വിധുവിൻ്റെ അമ്മയ്ക്ക് സോഫി തന്നെ പരിചയപ്പെടുത്തി. ടീച്ചറെ എനിക്കറിയാം, ഇപ്പോൾ കുറേ ആയില്ലേ കണ്ടിട്ട്, വനജ പറഞ്ഞു. അതെ അതെ, സോഫി മറുപടി നൽകി. ആൻറ്റി, വിധുവിനിപ്പോൾ എങ്ങനെയുണ്ട്? മനു ചോദിച്ചു. നെറ്റിയിലും കയ്യിലും ഒക്കെ ചെറിയ പൊട്ടലുണ്ട്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, വനജ പറഞ്ഞു. വനജ അവരെയും കൊണ്ട് വിധുവിൻ്റെ മുറിയിലേക്ക് ചെന്നു. നിങ്ങൾ അവൻ്റെ അടുത്തേക്ക് ചെല്ല്, ഞാൻ അപ്പോഴേക്കും ചായ എടുക്കാം. എനിക്ക് ചായ വേണ്ട ചേച്ചി, ഒരു ഗ്ലാസ് ചൂടുവെള്ളം തന്നാൽ മതി, സോഫി പറഞ്ഞു. ശരി ടീച്ചറെ. അതും പറഞ്ഞ് വനജ അടുക്കളയിലേക്ക് ചെന്നു. അകത്ത് കട്ടിലിൻ്റെ തെക്ക് വശത്തെ തലയിണയിൽ അലസമായി തലചായിച്ചിരിക്കുകയാണ് വിധു. സോഫി ടീച്ചറെ അവരുടെ കൂടെ കണ്ടപ്പോൾ അവനൊന്ന് ഞെട്ടി. ഇവന്മാരെന്താ ടീച്ചറുടെ കൂടെ? വിധു സംശയത്തിലായി. മുറിയിലേക്ക് കടന്ന സോഫി ടീച്ചർ ബെഡിൻ്റെ അറ്റത്തായി ഇരുന്നു. ബാക്കി 2 പേരും കസേരകളിലും ഇരുന്നു. വിധു, നിനക്കിപ്പോൾ വേദനയൊക്കെ കുറവുണ്ടോ? സോഫി ചോദിച്ചു. കുറവുണ്ട് ടീച്ചർ, അവൻ സൗമ്യമായി മറുപടി നൽകി. സത്യത്തിൽ ഇന്നലെ രാത്രി നിനക്ക് എന്താ സംഭവിച്ചത്? ആൽഫി ചോദിച്ചു.
ഇന്നലെ രാത്രി നടന്ന കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ പേടിയാവുന്നു. എന്താടാ സംഭവിച്ചത്? മനു ആകാംക്ഷയോട് ചോദിച്ചു. ഇന്നലെ വൈകുന്നേരം നിങ്ങളുമായി വഴക്കിട്ട് ഗ്രൗണ്ടിൽ നിന്ന് പോയതാ. ഒരു ജീപ്പ് സ്പീഡിൽ വന്ന് തട്ടി നിർത്താതെ പോയി. അത് വർക്കിച്ചായൻ്റെ ജീപ്പായിരുന്നു എന്ന് സംശയമുണ്ട്. ആൽഫിയും മനുവും മുഖത്തോട് മുഖം നോക്കി. വർക്കിച്ചൻ്റെ കൂടെ നടക്കുന്ന ആ കുരങ്ങനില്ലേ, അവനെ ഞാൻ മിന്നായം പോലെ കണ്ടു. അവൻ പൂര വെള്ളമാണ്. വെള്ളമടിച്ച് ജീപ്പ് ഓടിച്ച് ഇവൻ്റെ സൈക്കിളിൽ മുട്ടിയതാവും, ആൽഫി പറഞ്ഞു. ഷോ, കഷ്ടമായിപ്പോയി. കൂടുതലൊന്നും പറ്റിയില്ലല്ലോ, സോഫി ടീച്ചർ പറഞ്ഞു. ഈ സമയം സോഫി വിധുവിൻ്റെ തലയിൽ പതിയെ തലോടി. ടീച്ചർക്ക് കുട്ടികളോട് തോന്നുന്ന വാത്സല്യം ആ തലോടലിൽ പ്രകടമായിരുന്നു. വിധു, നീ നന്നായി റെസ്റ്റ് എടുക്ക്. എല്ലാം ശരിയായ ശേഷം മാത്രം പുറത്തോട്ടൊക്കെ ഇറങ്ങിയാൽ മതി. ഞാൻ ഇറങ്ങട്ടെ, സമയം കിട്ടുമ്പോൾ വിളിക്കാം. മറുപടിയായി അവൻ തലയാട്ടി. അധികം താമസിയാതെ എല്ലാവരോടും യാത്ര പറഞ്ഞ ശേഷം ടീച്ചർ അവിടെ നിന്നും പോയി. ടീച്ചർ എന്താ നിങ്ങളുടെ കൂടെ? വിധു സംശയത്തോടെ ചോദിച്ചു. ടീച്ചറെ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കണ്ടതാ. നിന്റെ കാര്യം പറഞ്ഞപ്പോൾ കൂടെ പോന്നു, മനു പറഞ്ഞു. അത് കേട്ടപ്പോൾ വിധുവിന് സമാധാനമായി. ഇവിടെ വന്നപ്പോൾ മുതൽ ഞങ്ങൾ ശ്രദ്ധിക്കുന്നതാ, സോഫി ടീച്ചർക്ക് നിന്റെ കാര്യത്തിൽ ഒരു പ്രത്യേക താല്പര്യം. പൂർവ്വ വിദ്യാർത്ഥിക്ക് അപകടം പറ്റിയ കാണാൻ വരുന്നത് എല്ലാ ടീച്ചർമാരും ചെയ്യുന്നതല്ലേ, അതിനെന്താ പ്രശ്നം? അതുമാത്രമല്ല, നിന്നോടുള്ള ടീച്ചറുടെ പെരുമാറ്റവും അത്ര പന്തിയല്ല, മനു പറഞ്ഞു. ഞാനും സോഫി ടീച്ചറും തമ്മിൽ അവിഹിതമുണ്ടെന്നല്ലേ നിങ്ങൾ പറഞ്ഞു വരുന്നത്? അതെ, ഞങ്ങൾക്ക് ആ കാര്യത്തിൽ നല്ല സംശയമുണ്ട്. മനു പറയുന്നതിലൊന്നും ഒരു കാര്യവുമില്ലെന്ന മട്ടിൽ വിധു പുച്ഛിച്ചു. നീ പുച്ഛിക്കൊന്നും വേണ്ട. ഇനി ഈ കാര്യം പറഞ്ഞ് വഴക്കടിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. സത്യം എന്താണെന്ന് വെച്ചാൽ നീ പറ. ഞാനും ആൽഫിയും നിനക്ക് അന്യരൊന്നും അല്ലല്ലോ. കുട്ടിക്കാലം മുതൽക്കേയുള്ള നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ? അവൻ പറഞ്ഞത് വിധുവിന് നന്നായി ഫീൽ ചെയ്തു. സത്യം തുറന്നു പറയണോ വേണ്ടയോ എന്ന ചിന്തകൾ അവൻ്റെ മനസ്സിൽ മിന്നിമറഞ്ഞു. വാടാ, നമുക്ക് പോകാം, ആൽഫി മനുവിനോട് പറഞ്ഞു. എന്നാ ശരി വിധു, ഞങ്ങൾ ഇറങ്ങാം. പരിക്കൊക്കെ മാറി നീ ഗ്രൗണ്ടിലോട്ട് വാ. വർക്കിയുടെ അനിയത്തി സൂസിയുടെയും അമ്മച്ചിയുടെയും കൂടെ തമാശ പറഞ്ഞിരിക്കുകയായിരുന്നു ആനി. ഈ സമയം കോളിംഗ് ബെല്ല് മുഴങ്ങി. പുറത്താരോ വന്നിട്ടുണ്ട്, സൂസിക്കുട്ടി പറഞ്ഞു. നീ മീൻ കഴുകി വെക്ക്, ഞാൻ പോയി ആരാന്ന് നോക്കിയിട്ട് വരാം. അതും പറഞ്ഞ് അമ്മച്ചി പുറത്തേക്ക് നടന്നു. പുറത്ത് സാരി ഉടുത്ത് ബാഗ് തോളിൽ തൂക്കിയ ഒരു സ്ത്രീയെ കണ്ടു. അമ്മച്ചിയെ കണ്ടയുടനെ അവൾ പുഞ്ചിരിച്ചു. നീ ഇവിടുള്ള സ്കൂളിലെ ടീച്ചറല്ലേ? ചെറിയൊരു സംശയത്തോടെ അമ്മച്ചി ചോദിച്ചു. അതെ. ആനിയുടെ കൂട്ടുകാരിയാണല്ലേ? എന്താ മോളുടെ പേര്? സോഫി. മോൾ അകത്തോട്ട് വാ. അമ്മച്ചി അവളെ അകത്തേക്ക് ക്ഷണിച്ചു. ആനി എവിടെ അമ്മച്ചി? അവൾ മുറിയിലുണ്ട്, ഞാൻ വിളിക്കാം. അമ്മച്ചി സോഫിയെ കസേരയിലിരുത്തി ആനിയെ വിളിക്കാൻ പോയി. മുറിക്കകത്തിരുന്ന് ആരോഗ്യമാസം വായിക്കുകയാണ് ആനി. പെട്ടെന്ന് അമ്മച്ചി കതകിന് തട്ടി. മോളെ ആനി, കതക് തുറക്ക്, നിന്റെ കൂട്ടുകാരി വന്നിട്ടുണ്ട്. ആരാ അമ്മച്ചി? ആനി കതക് തുറന്നുകൊണ്ട് ചോദിച്ചു. സോഫി, അമ്മച്ചി മറുപടി നൽകി. ആനി ഉടനെ മുടി ഒതുക്കിക്കൊണ്ട് ഹാളിലേക്ക് നടന്നു. നിങ്ങൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കെ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ഒന്നും വേണ്ട അമ്മച്ചി, സോഫി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് പറഞ്ഞാൽ പറ്റത്തില്ല. മോൾ ആദ്യമായിട്ട് ഈ വീട്ടിലോട്ട് വന്നിട്ട് ഒരു ചായ പോലും കുടിക്കാതെ പോകുന്നത് ശരിയല്ല. അമ്മച്ചി ചായ എടുത്തോളൂ, ടീച്ചർ കുടിച്ചോളും, ആനി അമ്മച്ചിയോട് പറഞ്ഞു. ചായയൊന്നും വേണ്ടായിരുന്നു ആനി, വീട്ടിൽ നിന്ന് രാവിലെ കുടിച്ചിറങ്ങിയതല്ലേ. അതുകൊണ്ട് ഒരു ചായ കുടിച്ചു എന്ന് കരുതി ഒരു കുഴപ്പവുമില്ല, ആനി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആനി, നീ അത്യാവശ്യം തടിയൊക്കെ വെച്ചല്ലോ. എന്ത് ചെയ്യാനാ ടീച്ചറെ, ഇവിടെ വന്നതിന് ശേഷം ഒരു വക പണി ചെയ്യാൻ സമ്മതിച്ചിട്ടില്ല. ഇപ്പോൾ പ്രഗ്നൻ്റ് കൂടിയായപ്പോൾ അടുക്കളയിലോട്ട് കയറണ്ടെന്ന് അമ്മച്ചിയുടെ ഓർഡർ. നീ ഭാഗ്യവതിയാടി, അതുകൊണ്ടല്ലേ ഇത്ര നല്ല സ്നേഹമുള്ള വീട്ടിലേക്ക് നിനക്ക് മരുമകളായി വരാൻ കഴിഞ്ഞത്. ആനിക്ക് ലഭിച്ച സൗഭാഗ്യത്തെ വിവരിച്ചുകൊണ്ട് സോഫി പറഞ്ഞു. അല്ല, ടീച്ചർ ഇന്ന് ലീവാണോ? ആനി ചോദിച്ചു. രാവിലെ ഞാൻ സ്കൂളിലേക്ക് ഇറങ്ങിയതാ. അപ്പോഴാ വഴിക്ക് വെച്ച് ആൽഫിയെയും മനുവിനെയും കണ്ടത്. രാവിലെ തന്നെ രണ്ടാളും കൂടെ എങ്ങോട്ടാന്ന് ചോദിച്ചപ്പോഴാ വിധുവിൻ്റെ കാര്യം അവർ പറഞ്ഞത്. വിധുവിന് എന്തു പറ്റി? ആനി ആകാംക്ഷയോടെ ചോദിച്ചു. സോഫി നടന്ന കാര്യങ്ങൾ പറഞ്ഞു. നീ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല ആനി, അവന് ചെറിയ പരിക്കുകളുണ്ടെന്നേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല, സോഫി സമാധാനത്തോടെ പറഞ്ഞു. വിധു പറഞ്ഞ കാര്യമൊന്നും പറയാൻ നിന്നില്ല.
ഈ വാർത്ത ആനിയെ വല്ലാത്ത വിഷമത്തിലാക്കി. അവളുടെ കണ്ണ് നിറഞ്ഞു. സോഫിക്കത് മനസ്സിലാകാതിരിക്കാൻ അവൾ പരമാവധി ശ്രമിച്ചു. ഈ സമയമാണ് അമ്മച്ചി ചായയും പലഹാരങ്ങളുമായി ഹാളിലേക്ക് വന്നത്. ആ തക്കം നോക്കി ആനി വേഗം കണ്ണു തുടച്ചു. കുറച്ചു നേരം കൂടി വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ ശേഷം സോഫി യാത്ര പറഞ്ഞു പോയി. കള്ളുഷാപ്പിലെ വരവ് ചിലവ് കണക്ക് നോക്കിയാണ് വർക്കി. ഈ സമയം കുട്ടാപ്പി അവിടേക്ക് ഓടിയെത്തി. കിതച്ചുകൊണ്ട് അവൻ പറഞ്ഞു, പണി പാളി വർക്കിച്ചായ, ജീപ്പ് ഒരു പയ്യൻ്റെ മേത്തുമുട്ടി. എൻ്റെ കർത്താവ്, എന്നിട്ട് ഞാൻ നിർത്താണ്ട് പോയി. ടാ 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 മൈ. ആരെങ്കിലും കണ്ടു? എന്നിട്ട് ആരും കണ്ടില്ല ചായ. ഇനി മേലെ ജീപ്പിൽ തൊട്ടു പോകരുത് കേട്ടോടാ വാൽമാക്രി. കുട്ടാപ്പി തല താഴ്ത്തി നിന്നു. വീട്ടിൽ വന്ന വർക്കി ആനി വിഷമിച്ചിരിക്കുന്നത് കണ്ട് കാര്യം തിരക്കി. ആനി വിധുവിൻ്റെ കാര്യമെല്ലാം അവതരിപ്പിച്ചു. അവൻ എനിക്ക് അനിയനെ പോലെയാ. അവൻ്റെ പരീക്ഷയ്ക്ക് പഠിപ്പിച്ച് ജയിപ്പിക്കാമെന്ന് വാക്ക് കൊടുത്തിരുന്നതാ. അപ്പോഴാ കല്യാണം നടന്നത്. ഇപ്പോൾ അവന് ഈ അവസ്ഥ വന്നു. വർക്കിക്ക് കാര്യം പിടികിട്ടി. കുട്ടാപ്പി ജീപ്പ് കൊണ്ട് ചാമ്പിയത് അവനെയാണ്. വർക്കി ആനിയോട് കാര്യം അവതരിപ്പിച്ചു. അത് കേട്ടതും ആനി പൊട്ടിത്തെറിച്ചു. ഇനി ആ കുരങ്ങന് വണ്ടി കൊടുത്തു പോകരുത്. നീ ഒന്ന് അടങ്ങ് ആനി, നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ആനി സമ്മതം മൂളി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പരിക്ക് മാറി കൂട്ടുകാരുമൊത്ത് സൊറ പറഞ്ഞ് തിരികെ വീട്ടിലെത്തിയപ്പോൾ വർക്കിച്ചായൻ്റെ ജീപ്പ് കിടക്കുന്നു. വർക്കി എന്താ എൻ്റെ വീട്ടിൽ? അവന് സംശയമായി. വീടിനകത്ത് നിന്ന് അവർ സംസാരിക്കുന്നതിൻ്റെ ശബ്ദം പുറത്ത് കേൾക്കാം. വിധു മടിച്ചുകൊണ്ട് വീടിൻ്റെ അകത്ത് കയറി. ഹാളിലെ കസേരയിലിരുന്ന് ആനി ടീച്ചറും വർക്കിച്ചായനും ചായ കുടിക്കുകയാണ്. തൊട്ടടുത്ത് തന്നെ അവൻ്റെ അമ്മയുമുണ്ട്. വിധുവിനെ കണ്ടപാടെ എല്ലാവരുടെയും ശ്രദ്ധ അവനിലേക്കായി. വിധുവിനെ കണ്ടപ്പോൾ ആനിയുടെ കണ്ണ് തിളങ്ങി. വിധുവിനും അതുപോലെ തന്നെ. നീ ഇത്രയും നേരം എവിടെ ആയിരുന്നു? ഇവർ വന്നിട്ട് എത്ര നേരമായി എന്നറിയോ? വനജ ചോദിച്ചു. മറുപടിയൊന്നും പറയാതെ അവൻ തല താഴ്ത്തി. ഇവനിപ്പോൾ പഠിപ്പൊക്കെ ഉണ്ടോ? ആനി വനജയോട് ചോദിച്ചു. നിന്റെ കെട്ട് കഴിഞ്ഞേ പിന്നെ മുഴുവൻ നേരവും ഇവ മുറിക്കാത്ത തന്നെയാ. ചോദിച്ചാൽ പറയും പഠിക്കുവാന്ന്. റിസൾട്ട് വരുമ്പോൾ അറിയാം ഇവൻ്റെ പഠിപ്പിൻ്റെ ഗുണം. വനജ മകനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. ആളുകളുടെ മുമ്പിൽ വെച്ച് കളിയാക്കിയത് അവന് തീരെ പിടിച്ചില്ല. വനജേച്ചി, ഞാനിവിടെ വന്നത് നിങ്ങളെയൊക്കെ കാണാൻ വേണ്ടി മാത്രമല്ല, വേറൊരു കാര്യം കൂടി പറയാനാ. ആനി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്ത് കാര്യം? വനജ ചോദിച്ചു. വിധുവിന് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇച്ചായൻ്റെ വീട്ടിൽ വന്നാൽ ഞാൻ ട്യൂഷൻ എടുത്ത് കൊടുക്കാം, ആനി പറഞ്ഞു. ആനി പറഞ്ഞത് കേട്ട് വിധു അത്ഭുതപ്പെട്ടു. ടീച്ചർക്ക് തന്നോടുള്ള വെറുപ്പൊക്കെ മാറിയോ? അവനാകെ സംശയത്തിലായി. അവനൊരു ബുദ്ധിമുട്ടുമില്ല. ഇവിടുന്ന് 10 മിനിറ്റ് നടക്കേണ്ട ദൂരമല്ലേ ഉള്ളൂ വീട്ടിലേക്ക്. ആനി സമയം പറഞ്ഞാൽ മതി, ഞാൻ അവനെ പറഞ്ഞു വിട്ടോളാം, വനജ പറഞ്ഞു. എല്ലാ ദിവസവും രാവിലെ 10 മണിയാകുമ്പോൾ എത്തിയാൽ മതി, ആനി പറഞ്ഞു. ടീച്ചർക്ക് സ്കൂളിൽ പോകണ്ടേ? വിധു പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു. ആനി പ്രഗ്നൻ്റാ, അതുകൊണ്ട് 1 വർഷത്തേക്ക് ലോങ് ലീവ് എടുത്തിട്ടാ ഉള്ളേ, വനജ കാര്യം പറഞ്ഞു. അത് കേട്ട് വിധുവിൻ്റെ നെഞ്ചു പിടഞ്ഞു. ഇത്ര പെട്ടെന്ന് ഗർഭം ധരിച്ചത് എന്നോടുള്ള ദേഷ്യം കൊണ്ടാവുമോ? അവൻ സംശയിച്ചു. പക്ഷേ വിധു ഇതൊക്കെ അറിഞ്ഞപ്പോഴും ആനിയുടെ മുഖത്തൊരു ഭാവവ്യത്യാസവും ഉണ്ടായില്ല. അവൾ ഇപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആനി, സമയം വൈകി, നമുക്ക് പോകണ്ടേ? വർക്കി ധൃതി കൂട്ടി. 1 മിനിറ്റ് ചായ, നാളെ വരുമ്പോൾ വായിച്ചിട്ട് വരാൻ ഞാൻ ഇവന് കുറച്ച് നോട്ട്സ് പറഞ്ഞു കൊടുക്കട്ടെ, ആനി വർക്കിയോട് പറഞ്ഞു. ഇതല്ലേ വിധുവിൻ്റെ മുറി? വിധുവിൻ്റെ മുറി ചൂണ്ടിക്കൊണ്ട് ആനി ചോദിച്ചു. അതെ, വനജ മറുപടി നൽകി. ശേഷം ആനി മുറിയിലേക്ക് ചെന്നു. വനജ വിധുവിനോട് കൂടെ ചെല്ലാൻ പറഞ്ഞു. മടിച്ചുകൊണ്ട് വിധു മുറിയിലേക്ക് ചെന്നു. കസേരയിലിരുന്ന് അവൻ്റെ പുസ്തകങ്ങൾ മറിച്ചു നോക്കിയാണ് അവൾ. വിധു അടുത്തേക്ക് പോവാതെ വാതിൽക്കൽ തന്നെ നിന്നു. അവിടെ നിൽക്കാതെ അടുത്തേക്ക് വാ വിധു, ആനി സ്നേഹത്തോടെ ചോദിച്ചു. അവൻ മന്ദം ആനിയുടെ അരികിലേക്ക് നടന്നു. ആനി അവൻ്റെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി. അത് കണ്ട് അവൻ മുഖം താഴ്ത്തി. ആനി കസേരയിൽ നിന്നും എഴുന്നേറ്റ് അവൻ്റെ മുഖം പിടിച്ചുയർത്തി. അവളുടെ ഉദ്ദേശം മനസ്സിലാകാതെ അവൻ അന്താളിച്ചു. കൺഗ്രാറ്റുലേഷൻ ആൻഡി, ആനി അവൻ്റെ നേരെ മുഖം അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ആനി എന്തിനാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് മനസ്സിലാകാതെ അവൻ ആശ്ചര്യത്തോടെ നിന്നു. അവൻ്റെ കൈകളെടുത്ത് ആനി തൻ്റെ വയറിന് മുകളിൽ വെച്ചു. അപ്രതീക്ഷിതമായ നീക്കം അവനെ ഞെട്ടിച്ചു. ടീച്ചറേ, അവൻ സംശയത്തോടെ ആനിയെ നോക്കി. വിധു, നീ ഒരച്ഛനാകാൻ പോകുന്നു, ആനി നിറ കണ്ണുകളോടെ പറഞ്ഞു.
സത്യമാണോ എന്ന ഭാവത്തിൽ അവൻ ആനിയുടെ കണ്ണുകളിലേക്ക് നോക്കി. വിവാഹത്തിന് മുമ്പേ ഞാൻ പ്രഗ്നൻ്റ് ആണ്. നമ്മൾ ലാസ്റ്റ് ബന്ധപ്പെട്ടത് നീ ഓർക്കുന്നില്ലേ? അവനെ കെട്ടിപ്പിടിച്ച് നെഞ്ചിൽ തലചായ്ച്ചുകൊണ്ട് അവൾ പറഞ്ഞു. ഇതൊക്കെ കേട്ട് അവനെ ചിരിക്കണോ കരയണോ എന്ന അവസ്ഥയിലായി. കാരണം അവൻ്റെ പ്രായത്തിലുള്ള ഒരാൾക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ സാധിക്കുന്നതല്ല ഇതൊന്നും. ആനി ടീച്ചർ തന്നെ വീട്ടിൽ നിന്ന് പോയ ശേഷം കിളി പോയ അവസ്ഥയിലാണ് വിധു. 19-ാം വയസ്സിൽ താനൊരു അച്ഛനാകാൻ പോകുന്നു. അതും 29 വയസ്സുള്ള ആനിയിൽ താൻ ഏറെ ഇഷ്ടപ്പെടുന്ന വായ്നോക്കികളുടെ കിട്ടാക്കണിയായ മാദക സുന്ദരിയിലാണ് വിത്ത് പാകിയതെന്നോർത്തപ്പോൾ അവന് കുളിര് കോരി. ടീച്ചറുടെ ഭർത്താവ് വർക്കി ഈ സത്യം അറിയാനിടയായാൽ അതോടെ തീരുമെല്ലാം. ആ കാര്യം ഓർത്തപ്പോൾ അവന് ചെറിയ ഭയം തോന്നി. പക്ഷേ ഭയത്തേക്കാൾ ഉപരി സന്തോഷമാണ്. ഓരോ കാര്യങ്ങൾ ചിന്തിച്ച് അവൻ ഉറക്കം വന്നില്ല. 12 മണിവരെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. നോ രക്ഷ. ഒടുവിൽ തൻ്റെ ടോർച്ച് സെറ്റ് ഫോണിൽ ഇയർഫോൺ കുത്തി FM കേട്ട് കിടന്നു. രാവിലെ അമ്മ വനജ വിളിച്ചുണർത്തിയപ്പോഴാണ് അവൻ ഉണർന്നത്. രാത്രി വളരെ നേരം വൈകിയാണ് ഉറങ്ങിയത്. അതുകൊണ്ട് കണ്ണ് തെളിഞ്ഞില്ല. ഉറക്കച്ചടവോടെ അവൻ അമ്മയെ നോക്കി. സമയം 7 മണി കഴിഞ്ഞ്. എഴുന്നേറ്റ് പല്ല് തേക്ക്, അമ്മ പറഞ്ഞു. അമ്മേ, കുറച്ചു നേരം കൂടി കിടന്നോട്ടെ, ഇന്നലെ ഉറക്കം ശരിയായില്ല. അവൻ കണ്ണ് തിരുമ്മിക്കൊണ്ട് പറഞ്ഞു. അതെന്താ ഉറക്കം ശരിയാവാഞ്ഞേ? ഇന്നലെ പതിവിൽ നേരത്തെ കിടന്നതല്ലേ നീ? ഇന്നലെ തലവേദന വന്നുകൊണ്ടാണ് നേരത്തെ കിടന്നത്. അതുകൊണ്ട് തീരെ ഉറക്കം കിട്ടിയില്ല. നേരം വെളുത്തപ്പോഴാണ് ഒന്ന് ഉറങ്ങി വീണത്. വിധു മനസ്സിൽ തോന്നിയ കള്ളം തട്ടിവിട്ടു. ശരി, 1 മണിക്കൂർ കൂടി നീ കിടന്നോ. 10 മണിക്ക് ആനി ടീച്ചറുടെ അടുത്ത് ട്യൂഷന് പോകേണ്ട കാര്യം മറക്കണ്ട, അമ്മ പോകാൻ നേരം ഓർമ്മിപ്പിച്ചു. അതൊക്കെ ഞാൻ പൊക്കോളാം അമ്മ. ശേഷം അവൻ വേഗം പുതപ്പ് മൂടി ഉറക്കം തുടർന്നു. കുളിച്ച ശേഷം കണ്ണാടിക്ക് മുൻപിൽ നിന്ന് ഒരുങ്ങുകയാണ് ആനി തൻ്റെ ഈറൻ മുടിയിൽ തോർത്തുകൊണ്ട് കെട്ടിവെച്ചു. പിന്നീട് ഡ്രസ്സ് ചേഞ്ച് ചെയ്തു. ഒരു ചന്ദന കളർ സാരിയും കറുത്ത ബ്ലൗസുമാണ് അവളുടെ വേഷം. ആ വേഷത്തിൽ ആനി വളരെ സുന്ദരിയാണ്. കണ്ണെഴുതി പൊട്ടു തൊട്ട ശേഷം, ഈ വേഷത്തിൽ എന്നെ കാണാൻ കൊള്ളാമോ? ആനി ചെറുനാണത്തോടെ ചോദിച്ചു. നന്നായിട്ടുണ്ട്, വർക്കി മറുപടി നൽകി. ഇതുപോലെ കുറച്ച് കാണാൻ കൊള്ളാവുന്ന സാരി കൂടി മേടിക്കണം. സാരി കുറച്ച് കൂടി താഴ്ത്തി ഉടുത്തുകൊണ്ട് ആനി പറഞ്ഞു. ഇപ്പോൾ ആനിയുടെ വയറ് തെളിഞ്ഞ് കാണാം. അതിനെന്താ ആനി, ഞാൻ മേടിച്ചു തരാം. അവളുടെ വയറിൽ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു. നല്ല ഭംഗിയുള്ള ആലില വയർ. വർക്കിയുടെ വായിൽ നിന്ന് വെള്ളമൂറി. വർക്കിയുടെ തുറച്ചുനോട്ടം ശ്രദ്ധയിൽപ്പെട്ട ആനി ഉടനെ സാരി നീക്കി വയറ് മറച്ചു. വർക്കി ഉടനെ കണ്ണു മാറ്റി. ഇച്ഛായ, നിങ്ങൾ ഈ മുറിയിലിരിക്കാതെ പുറത്തോട്ടെങ്ങാനും പോ. മുഴുവൻ നേരവും മുറിയിൽ തന്നെ ഇരുന്ന പെൺകോന്തനാണെന്ന് വിചാരിക്കും കാണുന്നവർ. വർക്കിയെ ഒഴിവാക്കാൻ വേണ്ടി ആനി പറഞ്ഞു. ആനിയുടെ ആ പറച്ചിൽ അവനെ തീരെ പിടിച്ചില്ല. പക്ഷേ മറുപടി ഒന്നും പറയാതെ മിണ്ടാതിരുന്നു. ഈ സമയം അമ്മച്ചി മറിയ കതകിന് തട്ടി വിളിച്ചു. എന്നാ അമ്മച്ചി? ആനി ചോദിച്ചു. ഇന്നലെ പറഞ്ഞില്ലേ നിൻ്റെ അയൽവക്കത്തുള്ള ഒരു ചെറുക്കന് ട്യൂഷൻ എടുക്കുന്ന കാര്യം? അവൻ വന്നിട്ടുണ്ട്. അവനെ അകത്തോട്ട് വിളിച്ചോ? ഞാൻ വന്നേക്കാം. അത് പറയുമ്പോൾ ആനിയുടെ മുഖത്തെ സന്തോഷം ഒന്ന് കാണേണ്ടത് തന്നെയാണ്. പോകാൻ നേരം ഒന്നുകൂടി കണ്ണാടിയിൽ നോക്കി ഭംഗിക്കൊരു കുറവുമില്ലാന്ന് ഉറപ്പ് വരുത്തിയ ശേഷം അവൾ വിധുവിൻ്റെ അടുത്തേക്ക് ചെന്നു. ഉമ്മറത്ത് നിന്ന് അമ്മച്ചി വിധുവിനെ അകത്തേക്ക് ക്ഷണിച്ചു. അവൻ സന്തോഷത്തോടെ അകത്തേക്ക് കയറി. മോനെക്കുറിച്ച് ആനി പറഞ്ഞിരുന്നു. ആട്ടെ, മോൻ ഏത് വിഷയത്തിലാണ് തോറ്റത്? അമ്മച്ചി ചോദിച്ചു. കെമിസ്ട്രി, അവൻ ചമ്മലോടെ പറഞ്ഞു. ഈ സമയം ആനി അവിടെ എത്തി. ചന്ദന കളർ സാരിയും കറുത്ത നിറത്തിലുള്ള ബ്ലൗസും അണിഞ്ഞെത്തിയ ആനിയെ കണ്ട് അവൻ്റെ കണ്ണ് തള്ളി. വിധു അവളെ മൊത്തത്തിലൊന്ന് നോക്കി. സാരിക്കിടയിലൂടെ അവളുടെ വയറ് ശരിക്കും കാണാം. ആ കാഴ്ച കണ്ട് അവൻ്റെ മനസ്സ് കയറ് പൊട്ടിക്കാൻ തുടങ്ങി. വിധുവിൻ്റെ നോട്ടം തൻ്റെ വയറിലേക്കാണെന്ന് മനസ്സിലായ ആനി അവനെ നോക്കി പുഞ്ചിരിച്ചു. രാവിലെ നീ വല്ലതും കഴിച്ചോ? ആനി ചോദിച്ചു. അവൻ മൂളി. വാ, അതാണ് എൻ്റെ മുറി. അവൻ്റെ കൈയും പിടിച്ച് ആനി തൻ്റെ ബെഡ്റൂമിലേക്ക് നടന്നു. മുറിയുടെ പുറത്ത് തന്നെ നിൽക്കുകയാണ് വർക്കി. ഇച്ഛായ, വഴിയിന്ന് മാറ്, ആനി വർക്കിയെ നോക്കി പറഞ്ഞു. അവനെയും കൊണ്ട് മുറിയിലേക്ക് ചെന്നു. അവനെ ബെഡിലിരുത്തി ആനി തൊട്ടടുത്തിരുന്നു. ഡാ, ഇത് ഇച്ഛായൻ്റെ ആണെന്നാണ് എല്ലാവരും കരുതിയിരിക്കുന്നത്. ഞാൻ സത്യം പറയട്ടെ? വിധു ഒന്ന് ഞെട്ടി. വേണ്ട, അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ.
ഇച്ചായൻ എന്നെ ഒന്ന് തൊട്ടിട്ട് പോലുമില്ല. പക്ഷേ പുള്ളി വെള്ളമടിച്ച് ബോധം പോയി ചെയ്തതാണെന്ന് വിശ്വസിച്ചിരിക്കുകയാണ്. അല്ലേലും ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആളെ മറന്നുകൊണ്ട് മറ്റൊരാൾക്ക് വേണ്ടി കാലകത്താൻ എനിക്കാവില്ല. പക്ഷേ നീ, ആനി മുഖം തിരിച്ചുകൊണ്ട് പറഞ്ഞു. സോഫി ടീച്ചറുടെ കാര്യമാണ് ആനി ഉദ്ദേശിച്ചതെന്ന് അവന് മനസ്സിലായി. ശരിയാ ടീച്ചറെ, ടീച്ചർ എന്നോട് കാണിക്കുന്ന ആത്മാർത്ഥത തിരിച്ചെനിക്ക് ടീച്ചറോട് കാണിക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ അതൊരിക്കലും എൻ്റെ മാത്രം തെറ്റല്ല. ഞാൻ സ്വയം ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണെന്ന് കരുതരുത്. സോഫി ടീച്ചർ അന്ന് എന്നെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി സെഡ്യൂസ് ചെയ്തപ്പോൾ സംഭവിച്ചു പോയത് അതെല്ലാം അന്ന് ആനി ടീച്ചർ എന്നോട് കാണിച്ച അവഗണനയാണ് ഞാൻ സോഫി ടീച്ചറെ എതിർക്കാതിരുന്നതിൻ്റെ പ്രധാന കാരണം. വിധു കാര്യം വിശദീകരിച്ചു. അത് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ടാണ് വിധു നിന്നോടുള്ള പിണക്കം അവസാനിപ്പിച്ച് തിരിച്ചു വിളിച്ചത്. എന്നോട് നീ ഇങ്ങനെ പറഞ്ഞത്, ആനി നിറ കണ്ണുകളോടെ പറഞ്ഞു. ആനി സങ്കടപ്പെടുന്നത് അവന് സഹിച്ചില്ല. അവളെ തൻ്റെ തോളോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ ആശ്വസിപ്പിച്ചു. കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി അതും പറഞ്ഞ് നമ്മൾ പരസ്പരം തർക്കിക്കണ്ട. ആനി അവനോട് കൂടുതൽ ചേർന്നിരുന്ന് അവൻ്റെ തോളിൽ തല ചായ്ച്ചു. വിധു തൻ്റെ ഇടത് കൈകൊണ്ട് അവളുടെ മുടിയിൽ പതിയെ തലോടി. ടീച്ചറെ, അവൻ വിളിച്ചു. എന്താ എന്നർത്ഥത്തിൽ അവൾ അവനെ നോക്കി. ഈ ടീച്ചറെ എന്ന വിളി നമ്മൾ തമ്മിലുള്ള അടുപ്പം കുറയ്ക്കുന്നതായി എനിക്ക് തോന്നുന്നു. ഇനി മുതൽ ഞാൻ ആനി എന്ന് വിളിച്ചോട്ടെ? നിൻ്റെ ഇഷ്ടം. പക്ഷേ നമ്മൾ മാത്രം ഉള്ളപ്പോഴേ അങ്ങനെ വിളിക്കാവൂ. ടീച്ചർക്ക് എന്നെ, ആനിക്ക് എന്നെ വിശ്വാസമില്ലേ? അവൾ ചെറുതായി മൂളി. ശേഷം വളരെ നാളുകൾക്ക് ശേഷം അവർ റൊമാൻസിൽ ഏർപ്പെട്ടു. പ്രഗ്നൻസി ആയ ആദ്യ 3 മാസം നന്നായി സൂക്ഷിക്കണമെന്ന് അമ്മച്ചി പറഞ്ഞതാ, ആനി പറഞ്ഞു. അതുകൊണ്ട് വിധു, എനിക്ക് നല്ല പേടിയുണ്ട്. ആനിയുടെ ഭയം മനസ്സിലാക്കിയ വിധു കൂടുതൽ നിർബന്ധിക്കാൻ നിന്നില്ല. പിന്നീട് എല്ലാ ദിവസവും ആനി വർക്കിയുടെ വീട്ടിൽ വെച്ച് വിധുവിന് ട്യൂഷൻ എടുക്കാൻ തുടങ്ങി. ആനിക്ക് സന്തോഷം വരുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ വർക്കിക്ക് സന്തോഷം മാത്രമേ ഉള്ളായിരുന്നു. വീട്ടിലിരുന്ന് ചായ കുടിക്കുകയാണ് വിധു. ഈ സമയം വനജ അവൻ്റെ അടുത്ത് വന്നിരുന്നു. അവൻ്റെ പ്ലേറ്റിൽ കുറച്ച് കറി വിളമ്പി സ്നേഹത്തോടെ നോക്കി. എന്താ അമ്മ ഇങ്ങനെ നോക്കുന്നേ? അവൻ സംശയത്തോടെ ചോദിച്ചു. ഒന്നുമില്ലടാ, വനജ ഒറ്റ വാക്കിൽ മറുപടി നൽകി. അത് വെറുതെ, അമ്മയ്ക്ക് എന്നോട് എന്തോ പറയാനുണ്ട്. നീ ഇത്തവണ +2 പാസ്സാവില്ലേ? വനജ ചോദിച്ചു. പാസ്സാകും. ഉറപ്പല്ലേ? ഉറപ്പായിട്ടും പാസ്സാകും. എന്താ കാര്യം? നിനക്ക് അച്ഛൻ്റെ ഫ്രണ്ട് മോഹൻ അങ്കിളിനെ അറിയില്ലേ? വനജ ചോദിച്ചു. ഷാർജയിൽ സൂപ്പർ മാർക്കറ്റ് നടത്തുന്ന അങ്കിളല്ലേ? അതെ. നീ ഇത്തവണ +2 പാസ്സായ അയാളുടെ സൂപ്പർ മാർക്കറ്റിൽ ഒരു ജോലി ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. തുടക്കത്തിൽ തന്നെ നല്ല ശമ്പളം കിട്ടുമെന്നാണ് നിൻ്റെ അച്ഛൻ പറഞ്ഞത്. എനിക്ക് ഈ നാട് വിട്ടു പോകാൻ താല്പര്യമില്ലമ്മേ, അവൻ അലസമായി പറഞ്ഞു. മോനെ, ഈ കാലത്ത് ഇങ്ങനെ ഒരു ജോലി കിട്ടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. ഇപ്പോൾ നീ ഇത് വേണ്ടെന്ന് വെച്ചാൽ പിന്നെ ഒരിക്കലും ഇതുപോലൊരു അവസരം കിട്ടിയെന്ന് വരില്ല. അമ്മ, എന്നാലും, അവൻ താല്പര്യമില്ലാതെ പറഞ്ഞു. വിധു, നീ എപ്പോഴും കൊച്ചുകുട്ടിയെ പോലെ ചിന്തിക്കാതെ ജീവിതത്തെ കുറച്ചുകൂടി സീരിയസ് ആയി കാണാൻ പഠിക്ക്. എത്ര കാലം എന്ന് വെച്ചാൽ നിൻ്റെ അച്ഛൻ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടുന്നേ. കുടുംബത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനുള്ള പക്വത നിനക്കായി. ആദ്യം നീരസം പ്രകടിപ്പിച്ചെങ്കിലും അമ്മ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് പിന്നീട് അവന് തോന്നി. തൻ്റെ ഭാവി കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് വിധു ആനി ടീച്ചർ അടുത്തേക്ക് ചെന്നു. വീട്ടുമുറ്റത്ത് അവൻ്റെ വരവിനായി കാത്തു നിൽക്കുകയാണ് ആനി. എന്താ ലേറ്റായേ? ഇത്രയും വൈകിയപ്പോൾ ഞാൻ കരുതി നീ ഇന്ന് വരില്ലെന്ന്, ആനി പറഞ്ഞു. വൈകുന്നേരം വരെ സമയമുണ്ടല്ലോ, അതുകൊണ്ട് പതിയെ വരാമെന്ന് കരുതി, വിധു മറുപടി നൽകി. ആനി അവനെയും കൊണ്ട് മുറിയിലേക്ക് ചെന്നു. കട്ടിലിൽ ചുരുണ്ടുകൂടി കിടക്കുകയാണ് വർക്കി. വിധു സംശയത്തോടെ ആനിയെ നോക്കി. അവൾ ഉടനെ വർക്കിയെ തട്ടി വിളിച്ചു. ഇച്ചായ, എഴുന്നേൽക്ക്, വിധു വന്നു. എനിക്ക് ട്യൂഷൻ എടുക്കാൻ സമയമായി. വർക്കി അവിടെ നിന്ന് പോയി. അവൻ വർക്കിയെ സഹതാപത്തോടെ നോക്കി. ആനി അവനെ കെമിസ്ട്രി പഠിപ്പിക്കാൻ തുടങ്ങി. പക്ഷേ അവൻ്റെ മുഖത്ത് ഒരു താല്പര്യക്കുറവ് ശ്രദ്ധയിൽപ്പെട്ടു. എന്താണ് നിൻ്റെ മുഖം വല്ലാതെ ഇരിക്കുന്നേ? ആനി ചോദിച്ചു. ഒന്നുമില്ല, അവൻ മറുപടി നൽകി. വിധു, നീ എന്നോട് കള്ളം പറയണ്ട. എന്തോ ഒരു വിഷമം നിന്നെ അലട്ടുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ പറ, ആനി നിർബന്ധിച്ചു. ഞാൻ പറയുന്ന കാര്യം ടീച്ചർക്ക് ചിലപ്പോൾ അത്ര പെട്ടെന്ന് ഉൾക്കൊള്ളാൻ സാധിച്ചെന്ന് വരില്ല. ഞാൻ പറയുന്നത് കേട്ട് എന്നോട് പിണങ്ങരുത്, അവൻ മുൻകരുതലോടെ പറഞ്ഞു. നീ വളച്ചു കെട്ടാതെ കാര്യം പറ വിധു,
ആനി ധൃതി കൂട്ടി. വർക്കിച്ചായനെ ഇങ്ങനെ അവഗണിക്കുന്നത് നിർത്തണം. ഭർത്താവാണെന്നുള്ള പരിഗണനയെങ്കിലും കൊടുക്കണം. വിധു പറയുന്നത് കേട്ട് ആനി അവനെ ദേഷ്യത്തോടെ നോക്കി. എനിക്ക് അയാൾ ഇഷ്ടമല്ലെന്ന് നിനക്കറിയാലോ, പിന്നെന്തിനാ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നേ? ആനി സംശയത്തോടെ ചോദിച്ചു. ഇച്ചായൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചു നോക്കിയാൽ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ടീച്ചർക്ക് മനസ്സിലാകും. നീ എന്താ എന്നെ ഉപദേശിക്കുകയാണോ? ആനി ദേഷ്യത്തോടെ ചോദിച്ചു. ഇതൊരു ഉപദേശമായി കണ്ടിട്ടെങ്കിലും ടീച്ചറുടെ പെരുമാറ്റം ഒന്ന് മാറ്റണം. എൻ്റെ വയറ്റിൽ വളരുന്ന കൊച്ചിൻ്റെ അച്ഛനാ നീ. നിൻ്റെ വായിൽ നിന്ന് ഇമ്മാതിരി വർത്തമാനം പറയുന്നത്? ആനി കലിതുള്ളിക്കൊണ്ട് പറഞ്ഞു. ഇങ്ങനെ എൻ്റെ നേർക്ക് കലിതുള്ളിയിട്ട് ഒരു കാര്യവും ഇല്ല ടീച്ചറെ. ഞാൻ പറഞ്ഞതിൽ കാര്യമില്ലേ എന്ന് ടീച്ചർ ഇരുന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും. ഞാൻ ടീച്ചറെ സ്നേഹിക്കുന്നതിൻ്റെ 100 ഇരട്ടി ഇച്ചായൻ ടീച്ചറെ സ്നേഹിക്കുന്നുണ്ട്. അതിൻ്റെ ഉത്തരവാണ് ഇത്രയൊക്കെ ചെയ്തിട്ടും ഞാൻ ഇന്നിവിടെ ഇരിക്കുന്നതിൻ്റെ കാരണം. ടീച്ചറുടെ അച്ഛൻ വരുത്തി വെച്ച കടങ്ങളൊക്കെ വീട്ടിയത് വർക്കിച്ചായനല്ലേ? അറ്റ്ലീസ്റ്റ് അതിൻ്റെ നന്ദിയെങ്കിലും കാണിക്കണം. അവൻ പറഞ്ഞതൊക്കെ കേട്ട് ആനിക്ക് ദേഷ്യം സഹിക്കാനായില്ല. മതി, അവൾ അവനോട് നിർത്താൻ പറഞ്ഞു. വിധു പിന്നെ ഒരക്ഷരം മിണ്ടിയില്ല. കുറേ നേരം ഇരുവരും പരസ്പരം ഒന്നും മിണ്ടിയില്ല. വല്ലാത്ത മുഖഭാവത്തോടെ തല താഴ്ത്തിയിരിക്കുകയാണ് ആനി. ടീച്ചറെ, അവൻ തൊട്ടു വിളിച്ചു. പക്ഷെ അവൾ കേൾക്കാൻ കൂട്ടാക്കിയില്ല. പിന്നെ അവനും ഒന്നും മിണ്ടാൻ പോയില്ല. കുറേ നേരം ഇരുവരും പരസ്പരം ഒന്നും മിണ്ടിയില്ല. തല താഴ്ത്തിയിരിക്കുകയാണ് വിധു. ആനി അവനെ നോക്കി പതിയെ ചോദിച്ചു. ഇത്രയും കാലം ഇല്ലാത്ത ചിന്ത ഇപ്പോൾ നിനക്ക് എവിടെ നിന്ന് വന്നു? കുറ്റബോധം കൊണ്ട് അവൻ ഒറ്റ വാക്കിൽ മറുപടി നൽകി. വിധു, എനിക്ക് നീയാണ് എല്ലാം. നിന്റെ സ്ഥാനത്ത് എനിക്ക് മറ്റൊരാളെ സങ്കല്പിക്കാൻ പോലും പറ്റില്ല. അതെന്താ നീ മനസ്സിലാക്കാത്തത്? ആനി വിഷമത്തോടെ ചോദിച്ചു. ടീച്ചർക്ക് ഞാൻ പറഞ്ഞതിൻ്റെ പൊരുൾ എന്താണെന്ന് മനസ്സിലായിട്ടില്ല. എൻ്റെ സ്ഥാനത്ത് ഇച്ചായനെ കാണാനല്ല ഞാൻ പറഞ്ഞത്. അങ്ങേരെ അവഗണിക്കരുതെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. വിധു കാര്യം വിശദീകരിച്ചു. ആനി ഒന്നും മിണ്ടാതെ തല കുനിച്ചു. പിന്നെ അങ്ങോട്ട് ഒന്നും ചോദിക്കാനൊന്നും നിന്നില്ല. കുറേ നേരം അവൻ വെറുതെ പുസ്തകം നോക്കി നിന്നു. ഇടയ്ക്ക് അവൻ ടീച്ചറുടെ മുഖത്തേക്ക് നോക്കി. ഇപ്പോഴും നിരാശയാണ്. ടീച്ചറെ, മൗനം അവസാനിപ്പിച്ചുകൊണ്ട് അവൻ പതിയെ വിളിച്ചു. ആനി തൻ്റെ നെറ്റിയിലേക്ക് ഊർന്നു വീണ മുടി നേരെ ആക്കിക്കൊണ്ട് അവനെ നോക്കി. എനിക്ക് പഠിപ്പിച്ചതാ, അവൻ പറഞ്ഞു. ഇന്നെനിക്ക് വയ്യ. ആനി അലസമായി പറഞ്ഞു. എന്നാൽ ഞാൻ ഇന്ന് പൊക്കോട്ടെ? അവൾ ചെറുതായി മൂളി. അവൻ വേഗം പുസ്തകങ്ങൾ എടുത്ത് മുടിവിട്ടിറങ്ങി. ആനി ടീച്ചറുടെ മനസ്സാകെ കലങ്ങിയിരിക്കുകയാണ്. കുറച്ചു നേരം തനിച്ചിരിക്കട്ടെ, അപ്പോൾ മനസ്സ് ശാന്തമായിക്കൊള്ളും. അവൻ പറഞ്ഞതിൽ കാര്യമില്ലാതില്ല. ഭർത്താവ് എന്നുള്ള ഒരു പരിഗണനയും കൊടുത്തിട്ടില്ല. എനിക്ക് വേണ്ടതെല്ലാം വാരിക്കോരി തരുന്നുമുണ്ട്. അവഗണിക്കുന്നതെങ്കിലും ഒഴിവാക്കാം. ആനി ആലോചിച്ച് തീരുമാനമെടുത്തു. ഇതിനിടയിൽ സോഫി ടീച്ചറുടെ ഭർത്താവ് എല്ലാം ഉപേക്ഷിച്ച് നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്തത് കാരണം വിധുവിന് പിന്നീട് സോഫി ടീച്ചറുടെ വീട്ടിലേക്ക് പോകേണ്ടി വന്നില്ല. രണ്ടുപേരെ ഒരേ സമയം സ്നേഹിക്കാൻ ആനി തൻ്റെ മനസ്സിനെ പാകപ്പെടുത്തിയെടുത്തു. വിധുവും വേണം, എന്നാൽ വർക്കി ഉപേക്ഷിക്കാനും പറ്റാത്ത അവസ്ഥയായി ആനിക്ക്. എല്ലാ കാര്യങ്ങൾക്കും വർക്കി ഫുൾ സപ്പോർട്ടായി കൂടെ ഉണ്ടായിരുന്നു. മാസങ്ങൾക്ക് ശേഷം ഹോസ്പിറ്റലിൽ വർക്കിച്ചായൻ ടെൻഷനോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ഇച്ചായൻ ഒന്ന് സമാധാനമായിട്ടിരിക്കെ, വിധു പറഞ്ഞു. ഡെലിവറി കോംപ്ലിക്കേറ്റഡ് ആവാതിരുന്നാൽ മതിയായിരുന്നു, വർക്കി ആശങ്കയോടെ പറഞ്ഞു. ഒരു പ്രശ്നവും ഉണ്ടാവില്ല, ഇച്ചായൻ സമാധാനമായിട്ടിരിക്കെ, വിധു സമാധാനിപ്പിച്ചു. ഡോർ തുറന്ന് ഒരു നേഴ്സ് പുറത്തേക്ക് വന്നു. ആനിയുടെ ഹസ്ബൻഡ് ആരാ? വർക്കിയും വിധുവും വേഗം അടുത്തേക്ക് ചെന്നു. ആനി പ്രസവിച്ചു, പെൺകുഞ്ഞാ? അത് കേട്ട വർക്കിയുടെയും വിധുവിൻ്റെയും മുഖത്ത് പുഞ്ചിരി വിടർന്നു. ഇരുവരും പരസ്പരം കെട്ടിപ്പിടിച്ച് സന്തോഷം പങ്കുവെച്ചു. വേഗം അവരകത്തേക്ക് ചെന്നു. കുഞ്ഞിനെ അടുത്ത് കിടത്തി ആനി പതിയെ തലോടുകയാണ്. വർക്കിയെയും വിധുവിനെയും കണ്ടപ്പോൾ ആനിക്ക് സന്തോഷമായി. വിധു വാത്സല്യത്തോടെ കുഞ്ഞിനെ എടുത്ത് നെറ്റിയിൽ ചുംബിച്ചു. ഈ ചെറുപ്രായത്തിൽ അച്ഛനാവാൻ പറ്റുക എന്ന് പറയുന്നത് അങ്ങനെ എല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യമല്ലല്ലോ. കുറച്ചു നേരം കുഞ്ഞിനെ ലാളിച്ച ശേഷം വർക്കിക്ക് കൈമാറി. വർക്കി സ്നേഹത്തോടെ കുഞ്ഞിനെ ചുംബിച്ചു. വിധു ആനിയുടെ അടുത്ത് ചെന്നിരുന്ന് അവളുടെ കൈ പിടിച്ച് പതിയെ തലോടി. അമ്മച്ചി അപ്പച്ചനും ഒക്കെ എന്തിയേ? ആനി ചോദിച്ചു. അവരിപ്പോൾ എത്തും, വർക്കി മറുപടി നൽകി. വിധു, ഇന്നല്ലേ നിൻ്റെ സേ പരീക്ഷയുടെ റിസൾട്ട് വരുന്നത്? ആനി ചോദിച്ചു. അതെ,
വിധു തലയാട്ടി. എന്നിട്ട് എന്തായി, ഇത്തവണ പ്രതീക്ഷയുണ്ടോ? ആനി പ്രതീക്ഷയോടെ ചോദിച്ചു. മറുപടിയായി വിധു ഒന്നും പറഞ്ഞില്ല. ചെറുതായി ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. കുഞ്ഞിനെ കാണാൻ വന്ന മത്തായിയും സൂസിക്കുട്ടിയും അമ്മച്ചിയും ഒരേ സ്വരത്തിൽ പറഞ്ഞു, കുഞ്ഞിന് വർക്കിയുടെ അതേ ചായ അല്ലേ? ഇത് കേട്ട് ആനി ആരും കാണാതെ ഉളികണ്ണിട്ട് വിധുവിനെ നോക്കി ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു. അങ്ങനെ നമ്മുടെ ഈ സ്റ്റോറി അവസാനിച്ചു. അപ്പോൾ ഈ സ്റ്റോറി കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നിയത്? ഇതിൽ നമ്മുടെ ഈ വർക്കിച്ചായനല്ലേ ഏറ്റവും നിഷ്കളങ്കനായിട്ടുള്ള ക്യാരക്ടർ, പാവമല്ലേ? എന്താ നിങ്ങളുടെ അഭിപ്രായം? എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ പുതിയ സ്റ്റോറിയായിട്ട് ഉടനെ തന്നെ കാണാം. വിത്ത് ലവ്, അലീന.